നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു പ്രഭാതം തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൂം സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ് നേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്ന് ഈ സൂമിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു വിജയഹസ്തമായ നമ്മുടെ ബൈറ്റോറിയം പ്രസ്ഥാനത്തിന്റെ തന്നെ ഒരു അഭിമാനമായ നമ്മുടെ സൂമാണല്ലേ. നമുക്ക് രാവിലെ നമുക്ക് നല്ലൊരു എനർജി തരുന്നൊരു സംരംഭമാണ് നമ്മുടെ ഒരു സൂം പ്രോഗ്രാം. ആ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ഇന്ന് ജയിക്കണം, എനിക്ക് വിജയിക്കണം, എനിക്ക് ആരോഗ്യം വേണം, സമ്പത്തും വേണം എന്ന ആഗ്രഹത്തോടുകൂടി ഇന്ന് ഈ സൂമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ പരിചയപ്പെടുത്താം. എന്റെ ഒരു സുജാ ബിനു. 3 വർഷമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ കുടുംബത്തെ പോലും സെക്കൻഡറി ആണ്. ഫസ്റ്റ് ദൈവത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നു. രണ്ടാമത് എന്തായാലും എനിക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റും ആത്മാർത്ഥമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. 3 വർഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. ഓക്കെ, എന്റെ ഒരു സുജ എന്നാണ്, കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശിയാണ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സെയിൽസിന്റെ സീക്രട്ട്, നമുക്ക് എല്ലാത്തിനും സീക്രട്ട് ഉണ്ട് അല്ലെ നമ്മുടെ. അപ്പം ഈ സെയിൽസിന് എങ്ങനെയൊക്കെയാണ്, അപ്പം അതിന്റെ ഒരു രഹസ്യം, ആ ഒരു രഹസ്യം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ടു വേ ആണ് അല്ലെ. അപ്പം ആ ഒരു രഹസ്യത്തെ പറ്റി പറയാനായിട്ട് കഴിവതും നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതിയെടുക്കാം. പെന്നും ഡയറിയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൈവശമാക്കുക. കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാര്യം നമ്മൾ അറിഞ്ഞ അറിവ് നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യും. ഇപ്പം നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മുടെ ഇതിനകത്ത് സൂമിലുണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് വരുന്നൊരു വ്യക്തിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒത്തിരി അത് പ്രയോജനം ചെയ്യും. അതിന്ന് വേറെ ആരുമല്ല, കോട്ടയത്തിന്റെ തന്നെ അയൺ ലേഡി ആയിട്ടുള്ള ബൈ പ്രൊഫഷൻ മാം ടീച്ചർ ആയിരുന്നു. അതെല്ലാം മാറ്റിവെച്ച് ഈ ഒരു പ്രോഡക്റ്റിന്റെ സിൻസിയർ കാര്യം, ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റും ആത്മാർത്ഥമായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫുൾ ടൈം ഈ ഒരു പിന്നെ ചിന്തയാണ് മാഗ്നറ്റിക്. ഈ ഒരു നമ്മുടെ എന്താണ് നമ്മുടെ പ്രോഡക്റ്റും പ്രോജക്റ്റുമായിട്ടുള്ള ചിന്ത മാത്രമാണ് മാമിന്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് മാം. കോട്ടയത്തിന്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ടീമിനെ മൊത്തം, നമ്മുടെ കേരള ടീമിനെ മൊത്തം ഒരേ കൈയോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ മിനിമം. ഏറെ സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സെയിൽസ് സീക്രട്ടിനെ പറ്റി നമ്മളോട് സംസാരിക്കാനായിട്ട് മാമിനെ ആത്മാർത്ഥത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മാം. ഓക്കെ, താങ്ക് യു സുജ മാം. ഗുഡ് മോർണിംഗ് ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ്. എല്ലാ ഈ ബെറ്റർ ഫാമിലിയെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സുജ മാം സ്വാഗതം ചെയ്തു എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഇങ്ങോട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജോയിൻ ആയിട്ടില്ലെങ്കിൽ എല്ലാവരെയും കൂടെ ഒന്ന് ജോയിൻ ആക്കുക. ഓക്കെ, കാരണം നമ്മുടെ ടൈം ഒന്ന് മാറ്റിയിരുന്നു. 7:55 സ്റ്റാർട്ട് ചെയ്യും, സൂം സ്റ്റാർട്ട് ചെയ്യും. 6 തന്നെ നമ്മുടെ സെഷൻ തുടങ്ങേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് എന്താണ് ടൈം പങ്ക്ച്വാലിറ്റി വേണം. ഓക്കെ, അപ്പം സുജാമ പറഞ്ഞു എന്നെ പരിചയപ്പെടുത്തി. ഓക്കെ, കൂടുതൽ ഇനി എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും അല്ലെ, നമ്മളൊക്കെ പല മേഖലകളിൽ വർക്ക് ചെയ്തവരാണ് അല്ലെ. അപ്പം ശരിക്ക് പല ജോലികളിൽ വ്യാപൃതരായി നമുക്ക് ആ ഒരു സിസ്റ്റം ഇതൊക്കെ എന്താണൊക്കെ അറിയാം. എങ്കിൽ കൂടി നമ്മളെല്ലാവരും ഇന്ന് ഒരു സിസ്റ്റത്തിന്റെ കീഴിൽ അല്ലെ ഒരു ബിസിനസ് എല്ലാം ഒരേ മോട്ടീവാണ് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു മേഖലയിലായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരും അല്ലെ. നമ്മൾ പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഒരു ടിപ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക്, എന്നെ സംബന്ധിച്ചാണേലും എനിക്ക് ഒരു പുതിയ ഒരു എന്താ പറയണ്ടേ ഒരു തലമാണ് ഈ ഒരു സെയിൽസ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ് സത്യത, സുജാമ ഇവിടെ സൂചിപ്പിച്ചല്ലേ, ജെന്യൂനിറ്റി അല്ലേ. നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ ഒരു മേഖലയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം സെയിൽസ് എങ്ങനെ ചെയ്യണം അല്ലെ, എങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് എനിക്ക് നേരത്തെ മുൻപരിചയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ.
എന്റെ ലീഡേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നു. എത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിനകത്ത് വലിയൊരു ഗൃഹിണിയൊന്നും അല്ല. ഓക്കെ, അപ്പം എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ആ കാര്യങ്ങളൊന്ന് എത്തിക്കുകയാണ്. ഓക്കെ കാണാം. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പൊ ഈ ഒരു സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? നമ്മളെല്ലാവരും രാവിലെ ഈ ഒരു മോർണിംഗിൽ നമുക്ക് വേണമെങ്കിൽ മുടി പുതിച്ച് കിടന്നുറങ്ങാം അല്ലെ. അപ്പം ഈ ഒരു മോർണിംഗിൽ നമ്മളെല്ലാവരും ഒരേ ഉദ്ദേശത്തിൽ ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മളിത് ഇതിനകത്ത് ജോയിൻ ആയിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം അല്ലെ. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് അല്ലെ. എന്തായിരിക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ഒരു ഉദ്ദേശം അല്ലെ, പർപ്പസ് എന്ന് പറയുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാം, അല്ലെങ്കിൽ ഒരു വെൽത്തി ലൈഫ്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ലൈഫ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ നമുക്ക് ഓരോ മേഖലയും നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും എന്തായിരിക്കണം, നമ്മൾ ഏത് കാര്യമാണെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത നോക്കിയേ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെ? നമുക്ക് ഇത്രയും മനോഹരമായിട്ടൊരു ജന്മം നമുക്ക് ദൈവം തന്നു അല്ലെ. നമ്മുടെ പർപ്പസ്, നമുക്കൊരു വ്യക്തമായിട്ടൊരു പർപ്പസ് അല്ലെ, ഒരു ഉദ്ദേശം നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? വോയിസ് കുറവ് വരാണോ? ഇല്ല, ക്ലിയർ ആണ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ? നമ്മുടെ ഭാവി എന്തായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മളെല്ലാവരും ചെയ്യുന്ന ആ ഒരു സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഈ ഒരു മേഖലയിൽ വന്നിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു അവബോധം നമുക്ക് എന്നെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു തോട്ട് നമ്മളിലേക്ക് വരുവാണ്, എന്താണ് നമ്മുടെ ഭാവി അല്ലെ, നമുക്ക് എന്താണെന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അല്ലെ, നമുക്ക് മുന്നോട്ട് നമുക്കും അല്ലെ, അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു ലൈഫ് നമുക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ നാളേക്ക് നമ്മുടെ തലമുറകൾ നമ്മൾ ഓർക്കാനായിട്ട് ഒക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിരിക്കും. നമ്മുടെ ഭാവി എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾക്ക് ഭാവി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ചിന്തിക്കുക, അത് നമുക്ക് എന്തുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് തന്നെ. ഏതൊരു മനുഷ്യനും ഒരു ലക്ഷ്യം ഉണ്ടാവണം അല്ലെ. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ടുള്ള ലൈഫ്, നമ്മുടെ ഒരു ജേണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പം നമുക്കൊരു വ്യക്തമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ ഉണ്ടായിരിക്കുക എന്നത് മാത്രമാണ് ഏതൊരു മനുഷ്യന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഫോക്കസ് അല്ലെ. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും അല്ലെ. ഒരു ലക്ഷ്യം, ഒരു കൃത്യമായിട്ടൊരു ഗോൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും, അവർക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾ കേട്ടുപഴകിയ കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ പറയുകയാണ് ഒന്നും കൂടെ. അപ്പം എന്താണ്, നമുക്ക് ഒരു വ്യക്തമായിട്ടൊരു ഫോക്കസ്, ഇത് പല കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് എന്തിനെങ്കിലും നേടാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഫോക്കസ് ഉണ്ടാകും. അതുപോലെ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ ആക്റ്റീവ് ആയിരിക്കും അല്ലെ. നമുക്ക് ഒരു ലക്ഷ്യവും ഇല്ല, നാളെ എന്താണ് അല്ലെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലേ, ഒരു ഡിസിഷൻ മേക്കർ ആകാൻ നമുക്ക് സാധിക്കുന്നില്ല, ഒന്നുമില്ല, നമ്മളെ കൊണ്ട് ഒന്നും, നമുക്ക് തന്നെ ഒരു ഗുണമില്ലാതെ നമ്മൾ ജീവിക്കണം, നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കും അല്ലെ. അപ്പം പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർക്കുക, നമുക്ക് ദൈവമായിട്ട് കൊടുത്തുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ ഈ ബയോട്ടോറിയം എന്ന മഹാപ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാരിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പം ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഡെയിലി ഡേ ടു ഡേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ, ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരും. നമുക്ക് എന്താണ്, നമുക്ക് വെറുതെ ഇരിക്കാൻ നമുക്ക് നേരമില്ല. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അതുപോലെ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര അളക്കാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം
എന്താണ് നമുക്കൊരു ഓരോരോ ലക്ഷ്യം അല്ലെ ഓരോരോ ഗോള് നമുക്കൊരു സ്മോൾ ഗോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 50,000 നമുക്ക് ഏൺ ചെയ്യണം. വേറെ ഒന്നും വേണ്ട. നമ്മുടെ മനോജ് സാർ നമുക്ക് 1 മന്ത് അല്ലെ ജൂൺ 30-നുള്ളിൽ ഒരു 30,000 രൂപ ഏൺ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു 100 ദിവസം കൊണ്ട്. അപ്പം ആ ഒരു ചെറിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ജേണി, ആ യാത്ര നമുക്ക് അളക്കാൻ സാധിക്കണം. മീൻസ് നമ്മള് അവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എങ്ങനെയൊക്കെ ഇവിടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരിടത്തേക്ക് ബസ് കയറി പോകുന്ന യാത്രയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ആ ഒരു 30,000 അല്ലെങ്കിൽ ആ ഒരു 50,000ലേക്ക് എത്താനായിട്ടുള്ള ഒരു ജേണി, അതെങ്ങനെയൊക്കെ യാത്ര ചെയ്താലാണ് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുക. അപ്പൊ അതൊരു ലക്ഷ്യം ഉള്ളവർക്ക് മാത്രമാണ് അല്ലേ ആ ഒരു യാത്ര അളക്കാനായിട്ട്, അത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യത്തില്ല, നീട്ടിവെക്കത്തില്ല. ഒരു കാര്യം വേഗത്തിൽ തന്നെ നമ്മൾ ചെയ്തു തീർക്കും അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് എന്താണ് അവനവനിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിട്ട് അല്ലെ, ഒരു ലക്ഷ്യം ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഒരു കാര്യം പെട്ടെന്ന് തന്നെ വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്കൊരു ലക്ഷ്യം ഉണ്ട് എങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാല് വിശ്വാസം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാകും അല്ലെ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് നമ്മളിൽ തന്നെയാണ് വിശ്വാസം വേണ്ടിയത് അല്ലെ. നമ്മിൽ വിശ്വാസം ഉണ്ടാവണം. അതായത് നമുക്കിപ്പം എന്ത് കാര്യമാണേലും നമുക്ക് സെൽഫ് ഡൗട്ട് ആണ് അല്ലെ. നമ്മളിപ്പം എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, അല്ലെ എന്നെ കൊണ്ട് MC ചെയ്യാൻ പറ്റുമോ, അല്ലെ എന്നെ കൊണ്ട് തന്നെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുമോ, അല്ലെ എന്നെ കൊണ്ട് സ്റ്റേജിൽ കയറി നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെ പറ്റത്തില്ല, പറ്റുമോ ഡൗട്ട് അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഏതൊരു കാര്യമാണെങ്കിലും അവനവനിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏതൊരു കാര്യം സക്സസിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഐ ക്യാൻ ഡു ഇറ്റ്, നമുക്കെല്ലാം സാധിക്കും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, നമുക്ക് കഴിയും പറഞ്ഞോണം. ഇങ്ങനെ ചിന്തിച്ചിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എനിക്കും ഇരിക്കാൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് ഈ ഒരു മേഖല കാര്യങ്ങൾ ഒന്നും യാതൊരു പരിചയമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ലീഡേഴ്സിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം അവര് പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റുമോ എന്ത് ചിന്തിച്ച് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ അല്ലെ ആസ് എ ലീഡർ എനിക്ക് എവിടെ ഞാൻ പുറകോട്ട് മാറിപ്പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ നമ്മളിൽ തന്നെ നമ്മൾ അപ്ലൈനെ ബോധിപ്പിക്കേണ്ട, വേറെ ഒരാളെ നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളോട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൽഫ് ഡൗട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നമ്മിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബിലീവ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു മേഖലയില്, അതായത് നമ്മൾ ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് മേഖല അല്ലെ, ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു സെയിൽസ് എന്ന മേഖലയിൽ നമുക്കറിയാലേ അപ്ലൈൻ ഡൗൺലൈൻ ആ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്തുണ്ടാവണം, നമുക്ക് അപ്ലൈനിൽ ഒരു വിശ്വാസം വേണം അല്ലെ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു നമ്മളിൽ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ അപ്ലൈനിൽ ഒരു വിശ്വാസം വേണം. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക, അല്ലെ ഞാൻ അടക്കമുള്ളവർ ചിന്തിക്കുക, നമ്മുടെ അപ്ലൈൻ നമ്മളെ എന്താണ് നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അല്ല ഒരു കാരണവശാലും നമുക്ക് ഒരു ദോഷവും വരുത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അല്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ അപ്ലൈന് എപ്പോഴും എന്താണ്, എന്ത് കാര്യം വന്നാലും നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി അല്ലെ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്താൻ, ഇപ്പൊ ഞാൻ അടക്കമുള്ള ആൾക്കാർ, നമുക്ക് അതൊക്കെയാണ് നമ്മളുടെ ആ ഒരു മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് നമ്മളോട് ഒരാള് നമ്മൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു, അല്ലെ ഒരു സെയിൽസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് നമ്മളോട് പറഞ്ഞു തരുമ്പം നമ്മളെ കുഴി ചാടിക്കത്തില്ല നമ്മുടെ അപ്ലൈ അല്ലെ. നമ്മളെ പക്ഷെ എപ്പോഴും ഒരേ വിധത്തിൽ പോകത്തില്ല, നമുക്ക് അതിനകത്ത് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ അപ്ലൈനിൽ നമുക്കൊരു വിശ്വാസം വേണം അല്ലെ. നമ്മുടെ ഈ ബെറ്റോറിയം എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് തന്നവരെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കണം അല്ലെ. അവര് നമുക്ക് ആരോഗ്യപരമായിക്കോട്ടെ സാമ്പത്തികപരമായിട്ട് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നു. അപ്പൊ അവരെ എപ്പോഴും നമ്മൾ എവിടെ ഏത് പൊസിഷനിലായെങ്കിലും ശരി നമ്മൾ നന്ദിയോടുകൂടി നമ്മൾ ഓർക്കുക. അതായത് അപ്ലൈനിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, അതുപോലെ കമ്പനിയിൽ വിശ്വാസം ഉണ്ടാവണം അല്ലെ. ഈ ഒരു മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല കമ്പനി
നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബൈറ്റോറിയം കമ്പനി എന്താണെന്ന്. ഇനി പുതുതായിട്ട് എന്നെ കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ പറയാണ്, നമുക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഹൈ പ്രൊഫൈലുള്ള കമ്പനിയാണ്. അപ്പൊ എനിക്ക് അത്ര പ്രൗഡോടുകൂടി പറയാൻ കഴിയും, ഞാൻ സെക്കൻഡ് ടൈം ഞാൻ കമ്പനി വിസിറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് ഞാൻ കമ്പനി വിസിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനി ഇന്നിപ്പം എന്താ പറയണ്ടേ, പലതരം ഡയറക്ടർ സെല്ലിംഗ് മേഖലകളിലും കമ്പനി ഉണ്ടോ അല്ലെ MD ഉണ്ടോ അവരെ ഒന്നും നേരിട്ട് കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഞങ്ങള് കുറച്ചുപേര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കമ്പനി പോയി വിസിറ്റ് ചെയ്തു. നമ്മൾ MD ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ ഒരു അവസരം, അതുപോലെ MD ആയിട്ട് സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടുന്നു. അതുപോലെ നമ്മുടെ കമ്പനി ഓഫീസ് ബിൽഡിംഗ് ഇതെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് ചിലർക്ക് കമ്പനി ഉണ്ടോ അങ്ങനെയാണോ ഒക്കെ ഇങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, കമ്പനി പോയി വിസിറ്റ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പനിയിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഹൈ പ്രൊഫൈലുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്, പ്രോഡക്റ്റിൽ വിശ്വാസം ഉണ്ടാവണം അല്ലെ. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലെ. നമ്മളുടെ ഈ ബൈറ്റോറിയം പ്രോഡക്റ്റ് അല്ലെ, മാഗ്നറ്റിക് തെറാപ്പി, നമ്മളെല്ലാം നമ്മുടെ കമ്പനിക്ക് പല പല പ്രോഡക്റ്റുകളുണ്ട്. പക്ഷെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആയ അതായത് മാഗ്നറ്റിക് തെറാപ്പി, അത് യൂസ് ചെയ്ത് കിട്ടിയ ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇന്നും ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അല്ലെ, ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നീ സുപ്രഭാതത്തിൽ നമ്മൾ എല്ലാവരും കയറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒബിയസ്ലി നമുക്ക് പറയാം, നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് വിശ്വാസം ഉണ്ടാണ്. നമുക്ക് ഓൾറെഡി പ്രൊഡക്റ്റിനകത്ത് യാതൊരുവിധ ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി അടുത്തത്, നമ്മൾ ഇനിയിപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഞാനടക്കം എന്താണ്, നമ്മൾ ഈ ഒരു സെയിൽസ് എന്ന മേഖലയെ നമ്മൾ ഇഷ്ടപ്പെട്ടു വരികയാണ്. അപ്പൊ നമ്മളതൊരു ബിസിനസ് ആ ഒരു മോഡലിലേക്ക് നമ്മൾ കയറി വന്നു. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാനൊന്ന് പരിശോധിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു ബിസിനസ് എനിക്ക് രക്ഷപ്പെടണം, ഇത് എനിക്കും മനോജ് സാറിനെ പോലെ കോടികളൊക്കെ ഏൺ ചെയ്യണം അല്ലെ, എന്നാൽ എനിക്ക് നല്ലൊരു അച്ചീവർ ആണ് അല്ലെ, എനിക്ക് എന്റെ ഫാമിലി എനിക്ക് ഹെൽപ്പ് ചെയ്യണം, ഫിനാൻഷ്യലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, നമുക്കിപ്പം വിജയിച്ച് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഒത്തിരി പേര് കണ്ടിട്ടല്ലേ. അപ്പൊ വിജയിച്ചവര് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി അല്ലെ. ജസ്റ്റ് ഒരു എക്സാം അല്ലെ, ഒരു എക്സാം വിന്നറെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ കുട്ടി ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും അവർ വിൻ ചെയ്യുന്നത് അല്ലെ. അപ്പം ഒരു കുട്ടി ഒരു പരീക്ഷ വിജയിക്കുന്നുവെങ്കിൽ അതിനകത്ത് കുറച്ച് പരിശ്രമങ്ങളുണ്ട്. അപ്പം വിജയിച്ച ആൾ എന്താണ് കണ്ടതെന്ന് നമ്മളൊന്ന് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നിരീക്ഷിക്കുക. നമുക്ക് വേറെ എങ്ങും പോകണ്ടല്ലേ, നമ്മുടെ മനോജ് സാർ നമുക്ക് അച്ചീവർ ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം വിജയിച്ചവരിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊന്ന് വാച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് വാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർക്ക് എന്തുണ്ടായത്, ഇവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർക്ക് എന്തുണ്ട്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ. പ്രിയമുള്ളവരെ, ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് പറഞ്ഞില്ലേ നമുക്ക് ഇതൊന്നും കഴിവുകളെല്ലാം ഉണ്ട്, പക്ഷെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റൂ നമ്മൾ പുറകോട്ട് മാറുന്നതുകൊണ്ടാണ് നമുക്ക് കഴിവുകളൊക്കെ നമ്മൾ അവിടെ എന്താ മൂടി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതൊക്കെ പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു മേഖലയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം നമുക്ക് എന്താണ് വേണ്ടിയത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ വിജയിച്ചവരിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞത്. പിന്നെ they were willing to learn, അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റുമായിട്ടൊക്കെ അവർക്ക് സ്റ്റഡി ചെയ്യാൻ, എന്തൊക്കെ അപ്ഡേഷൻ വന്നാലും അവർ സ്റ്റഡി ചെയ്യും. അതായത് എനിക്ക് ഇത്രയൊക്കെ വരുമാനം കിട്ടുമോ, എനിക്കിനിയിപ്പോ അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ ചുമ്മാ ഇരുന്നാലും വരുമാനം കിട്ടും. അതായത് ടോപ്പ് അച്ചീവർ ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അവര് ഏത് പുതിയ കാര്യം വന്നാലും അവർ പഠിക്കാൻ തയ്യാറാണ്. വിജയിച്ചവരിൽ ഉള്ള ഒരു സെക്കൻഡ് പോയിന്റ് ആണ് they were willing to learn. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ they were following the system. അതായത് നമ്മളുടെ ഈ ഒരു മേഖലയിൽ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ, ആ ഒരു സിസ്റ്റത്തിൽ കയറി നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. അപ്പൊ വിജയിച്ച ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവര് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണ്. നമ്മളെ സംബന്ധിച്ച സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് BOP, NDOPs, അതുപോലെ 2 ഡേ ട്രെയിനിങ്ങുകൾ, 1 ഡേ ട്രെയിനിങ്സ്, അച്ചീവേഴ്സ് ട്രെയിനിങ്, അതുപോലെ എന്താണ് ടീം മീറ്റിംഗ്, ഹോം മീറ്റിങ്ങുകൾ, അതായത് കുറെ ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അവരെന്താണ്, എന്താണോ വിജയിച്ച ആൾക്കാർ നമ്മളെ കാണിച്ചു തരുന്നത് അവരുടെ പാത പിന്തുടരുക. അപ്പൊ നമ്മൾ എന്താണ്, വിജയിച്ച ആൾക്കാർ എന്താണ്,
അവര് സിസ്റ്റം ഫോളോ ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരായിരുന്നു. ഇനി they were giving importance to the program. നെക്സ്റ്റ് പോയിന്റ് അതാണ് നമ്മൾ ഈ ഒരു മേഖലയെ വിജയിക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ പ്രോഗ്രാമിൽ തന്നെയാണ് അല്ലെ. നമുക്ക് ഇഷ്ടം വേണ്ടി പ്രോഗ്രാമുകളുണ്ട്. നമുക്ക് എന്താണ് ശരിക്ക് നമ്മൾ പ്രോഗ്രാമിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ, അതായത് നമുക്കിത് എന്താണെന്നൊക്കെ അറിയില്ലേ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ അസോസിയേറ്റിനെ പ്രോഗ്രാമുകൾ എത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെ നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് കയറി ചെല്ലാനായിട്ടോ അല്ലെ അവരെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം എന്താണ് വിജയിച്ച ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? they were willing to they were giving importance to the program. അവര് പ്രോഗ്രാമുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ they had their own team. വിജയിച്ച ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് സ്വന്തമായിട്ടൊരു ടീം ഉണ്ടായിരുന്നു. ആൻഡ് went to the program with the team. അവരുടെ ടീമുമായിട്ടാണ് പ്രോഗ്രാമിലേക്ക് പോകുന്നത് അല്ലെ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. they had their own team. അവർക്ക് സ്വന്തമായിട്ട് ടീം ഉണ്ടായിരുന്നു. ആൻഡ് went to the program with the team. അവര് പ്രോഗ്രാമുമായിട്ടാണ് അവരുടെ ടീം അവർ ടീമുമായിട്ടാണ് ഏത് പ്രോഗ്രാമുകളും എത്തിയിരുന്നത്. അപ്പം വിജയിച്ചവരിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. വിജയിച്ച ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു അതൊന്ന് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വിജയിച്ച ആൾക്കാരിൽ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് ഞാൻ പറഞ്ഞല്ലേ. നമുക്ക് എന്താണ് വേണ്ടിയത്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. നമുക്ക് സംസാരിക്കേണ്ട കുറച്ച് രീതികളൊക്കെ ഉണ്ട് അല്ലെ. നമ്മള് ഫസ്റ്റ് പോയിന്റ് ആണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ഈ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചോ അല്ലെങ്കിൽ സൗണ്ട് എടുത്ത് ചിരിക്കുകയോ അല്ലെ ചുമ്മാ ചിരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുകയല്ലേ അല്ലെ. വെറുതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതത്ര സില്ലി അല്ലെ നിസ്സാരമായിട്ട് ആൾക്കാർ കാണും. അതല്ല ഞാൻ പറയാം, ഒരു പ്ലസന്റ് ഫേസ് ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് പല പല സ്ട്രെസ്സുകൾ കാണാൻ, നല്ല ടെൻഷൻ കാണാം, നമുക്ക് പല വികാരങ്ങൾ കാണാം. പക്ഷെ നമ്മൾ ഒരിടത്ത് ചെന്ന് നമ്മൾ ഈ കാര്യം പറയാനിരിക്കും നല്ല പ്ലസന്റ് ഫേസ് ആയിരിക്കണം. നല്ല ചെറു പുഞ്ചിരിയോട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് തോന്നണം അല്ലെ നമ്മളൊരു പോസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചിരിച്ചോണ്ട് നല്ല പ്ലസന്റ് ആയിട്ട് വേണം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഗൗരവമായിട്ട് സംസാരിച്ചാല് നമ്മൾ വലിയ ജാട പിടിച്ച് സംസാരിച്ചാൽ നമ്മളെ ആരെങ്കിലും കേൾക്കാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെയാണോ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അടുത്തത് മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുക. ഇതൊക്കെ നമ്മുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് മേഖലയിലാണെങ്കിൽ പോലും നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ് അല്ലെ, അവരുടെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ മുകളിൽ നെറ്റിക്ക് നടുക്ക് നോക്കി നമ്മൾ സംസാരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ശരിക്കും ഒരേപോലെ മുഖത്ത് നോക്കി സംസാരിക്കാതെ കണ്ണ് പറിക്കാതെ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഐ കോണ്ടാക്ട് വേണം. അതായത് അവരുമായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് നമ്മള് ഒരാളോടൊരു കാര്യം പറയുന്നത് തൊട്ടടുത്ത് വേറെ എങ്ങോട്ടേലും അലക്ഷ്യമായിട്ടിരുന്നാ സംസാരിക്കുന്നെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുക. അതുപോലെ ഇപ്പം ഒരു ഓപ്പൺ സ്റ്റേജ് ആണെങ്കിൽ അല്ലെ എവിടെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യാണ്, കൈ തുറന്ന് പിടിച്ച് സംസാരിക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വേദിയിൽ നിൽക്കുകയാണ്, തൊട്ടടുത്തൊരു ടേബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കൈ അതേലോട്ടൊന്ന് പിടിക്കും. അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ സാരി തലപ്പിൽ ഒന്ന് പിടിക്കുക, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മനസ്സിലായില്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൈ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ടിരിക്കുക. അതൊന്നുമല്ല, നമ്മൾ കൈ ഫ്രീ ആയിട്ടിടുക അല്ലെ. അതായത് ഇപ്പൊ ജെൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പോക്കറ്റിനകത്ത് കൈ ഇട്ടുണ്ട്, അങ്ങനെ ഒന്നും ആകരുത്. നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ ഹാൻഡോടുകൂടി കൈ തുറന്ന് പിടിച്ച് സംസാരിക്കും. അടുത്തത് പറയുന്ന കാര്യങ്ങൾ നല്ല കോൺഫിഡൻസോടുകൂടി സംസാരിക്കും അല്ലെ. നമുക്ക് ഇപ്പൊ ശരിക്കും നമ്മൾ എന്താണോ പറയുന്നത് അതിനെ കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യമാണ്. ഈ ഗ്രാഹ്യം ഉണ്ടായെങ്കിലല്ലേ നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത പോയിന്റ്, പറയുന്ന കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിരിക്കണം, നല്ല വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുക. ഓക്കെ, ഇനി നമ്മള് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അടുത്ത പോയിന്റ് ആണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സംസാരിക്കുക. അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഇത് മുന്നിലിരിക്കുന്ന ആൾക്കാരിലേക്ക് എല്ലാം കൂടെ അടിച്ചേൽപ്പിക്കില്ല, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മളിത് പറഞ്ഞും എടുക്കുകയും നമുക്ക് നല്ല ഫ്ലുവന്റ് ആണ്, പക്ഷെ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരാൾക്ക് അവർക്ക് കേൾക്കാൻ പാകത്തിന് അല്ലെ അവർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാം. അടുത്തത് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം,
കഥ പറയുന്നത് പോലെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ വിചാരിക്കും നമ്മളുടെ പ്രസന്റേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ട്, പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട്, അങ്ങനൊന്നും അല്ല ഒരു സെയിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് ഒരു 55% നമ്മൾ ബോഡി ലാംഗ്വേജ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? നമ്മൾ ഒരിടത്ത് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴത്തേനും അവിടെ പോയി ഒരു ചാരി കസേര അവിടെ കയറി ചാരി അങ്ങ് കിടക്കുകയല്ല ചെയ്യണ്ടേ. നമ്മൾ ഇരിക്കുന്ന ഒക്കെ ഒരു എന്താ പറയുക ഒരു പൊസിഷൻ ഉണ്ട്. നമ്മള് ഒരു ചെയറിലാണ് ഇരിക്കുന്നെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് ആഞ്ഞ് നമ്മളൊന്ന് കയറിയിരുന്ന് നമ്മൾ സംസാരിക്കുക. ഒത്തിരി ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ല, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മള് എന്താണ് മൂക്ക് ചൊറിയാൻ പാടില്ല, നമുക്ക് എന്തൊക്കെ ചേഷ്ടകൾ കാണിക്കാം അതൊന്നും അവിടെ പാടില്ല. അതായത് ബോഡി ലാംഗ്വേജിലാണ് നമുക്ക് ഒരു 55% നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളു ബാക്കി കാര്യങ്ങളൊക്കെ, അല്ലെ? നമ്മുടെ ടോണ്, അതുപോലെ നമ്മളുടെ ഇതിനകത്തുള്ള വേർഡ്സുകളൊക്കെ തന്നെ. പിന്നെ വേർഡ്സിനൊക്കെ ഏതാണ്ട് 80% വരുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പെരുമാറ്റം, അതാണ് എല്ലാരും വാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര പരിചയമുള്ളവരാണെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു പ്രൊഫഷനായിട്ട് അതിനെ വാല്യൂ കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെതായ മര്യാദകൾ പാലിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈയൊക്കെ കൈകൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം ഓവറോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വേണം. അതായത് നമ്മളെ കേൾക്കാനിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളിൽ ഒരു ഇംപ്രഷൻ വരണമെങ്കിൽ നമ്മുടെ അറിവുകൾ കുറെ അവിടെ വിളമ്പുന്നതിലല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് നമ്മളിലേക്ക് നമ്മൾ കൊടുക്കുന്നതും ഫസ്റ്റ് ഇംപ്രഷൻ അതിലേക്കാണ്. അതായത് ഇതൊന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്താണ് ബോഡി ലാംഗ്വേജ് 55%. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കിക്കേ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്, അല്ലെ? ഇനി കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ അങ്ങോട്ട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യണ്ടേ. അവർക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ, അത് നല്ല ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കണം. നമ്മൾ സ്പീഡ് കൂട്ടി പറയാനോ അങ്ങനെ ഒന്നും പോകരുത്. നമ്മൾ നിർത്തി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഉറപ്പാക്കണം, നമ്മളത് ഉറപ്പാക്കുക. ഇനി നമ്മളിപ്പം ഇതൊക്കെ നമ്മളെല്ലാവരും കോമൺലി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളുടെ ഈ ബെഡ്റൂം പ്രോഡക്റ്റ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ പോവാണ്, പ്രസന്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താണ് പെട്ടെന്ന് നമ്മുടെ അപ്ലൈ ലീഡറിനെ വിളിക്കുന്നു, നമ്മൾ പോവാണ് നമ്മളുടെ ഫ്രണ്ടിന്റെയോ അല്ലെ റിലേറ്റീവിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ നീ പറ ആ ഒരു ചർച്ചകളല്ല അവിടെ വേണ്ടത്. ആരാണ് സംസാരിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രീ പ്ലാൻ ചെയ്യുക. പിന്നെ ഇനി ആരോടാണ് സംസാരിക്കേണ്ടത്, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ആരോടാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക. അതുപോലെ എപ്പോഴാണ്, അതിനൊക്കെ ഒരു സമയവും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. ചുമ്മാ എപ്പോഴെങ്കിലും കയറി എവിടെങ്കിലും കയറി നമ്മൾ അസ്ഥാനത്ത് പറയുക എന്നുള്ളതല്ല. എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, എവിടെ വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് വഴിയിലും അവിടെ ഇവിടെ ഒന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഈ ഒരു പ്രൊഫഷൻ ഞങ്ങളുടെയൊക്കെ ലീഡേഴ്സ് പറഞ്ഞു തന്നെ നമ്മൾ ഒരു വാല്യൂ കൊടുത്ത് സംസാരിക്കും. അതായത് പ്രോപ്പറായിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് ഇതിനൊരു വാല്യൂ കിട്ടുന്നത്. അതായത് അങ്ങനെയൊക്കെ സെയില് കിട്ടുന്നുണ്ടാകാം, പക്ഷേ നമ്മൾ ഇതിന്റെ ഒരു വാല്യൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ഡോക്ടറുടെ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ വിളിച്ച് ചോദിക്കും, അല്ലെ? ഡോക്ടറെ ഇന്ന് കാണാൻ പറ്റുമോ, ഡോക്ടർ അവിടെ ഉണ്ടോ? അപ്പൊ ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് നമ്മളോട് പറയുന്നത്, ഒരു ടൈമാണ് ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ രോഗവിവരങ്ങൾ വല്ലതും പറയാറുണ്ടോ, ഒന്നുമില്ല, അല്ലെ? അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേ. അല്ലാതെ അവിടെ എവിടെയും കാണുന്നവരടുത്തൊക്കെ പറയാം. അതായത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, അതായത് എപ്പോൾ എവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മളാണ് അതിന്റെ വില നമ്മൾ ഇല്ലാതാക്കുന്നത്. ചുമ്മാ അവിടെ എവിടെയും കാണുന്നവരോടും അവിടെ എവിടെയൊക്കെ പറയാം. ജസ്റ്റ് വേണം നമുക്കറിയാം നമ്മുടെ ജേർണിയിൽ നമ്മൾ പലരെ കണ്ടുമുട്ടാം, പലരുമായിട്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മളൊരു റിലേഷൻഷിപ്പ് അല്ലെ ഒരു പുതിയൊരു ആൾക്കാരെ കാണാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരിക. പിന്നെ അവരുമായിട്ട് നെക്സ്റ്റ് എന്താണ്, അവരുമായിട്ടൊരു കോളിലേക്ക് ചെല്ലുന്നു പതിയെ പതിയെ.
അവരിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇടിപിടി കാണുന്നവരോടെല്ലാം പറഞ്ഞ് നമ്മളായിട്ട് അതിന്റെ വാല്യൂ കുറയ്ക്കരുത്. നമുക്ക് ഇന്നും അല്ലെ നാളെ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ അതിലേക്ക് വരുമ്പോഴാണ് അതിനൊരു വാല്യൂ വരുന്നത്. പക്ഷെ നമുക്ക് അല്ലാതെയും പറയേണ്ട വരാം, അങ്ങനെ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മോസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് വാല്യൂ കൊടുക്കുക. കാരണം ഒരു പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിയുമ്പോഴാണ് ഇതിനൊരു വാല്യൂ കിട്ടുന്നത്. പിന്നെ ഇനി എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഇതിനൊക്കെ നമുക്ക് എന്താണ് ഉണ്ടായിരിക്കുന്നത്, ഒരു പ്രീ പ്ലാൻ എന്താണ്, എങ്ങനെയാണ്, എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു പ്രീ പ്ലാൻ ചെയ്ത് തന്നെ വേണം പോകാൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അനാവശ്യ ചേഷ്ടകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, അതൊന്നും കാണിക്കാൻ പാടില്ല അല്ലെ. നമ്മൾ തലയൊറിയാൻ പാടില്ല, മൂക്കിൽ കിള്ളാൻ പാടില്ല, പിന്നെ അലക്ഷ്യമായിട്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്നതിൻ്റെതായ പൊസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ജെൻസ് ആണെങ്കിൽ പോക്കറ്റിൽ കൈയിടാൻ പാടില്ല, ലേഡീസ് ആണെങ്കിൽ കൈ കൂട്ടി പിടിച്ചോണ്ടിരിക്കാൻ പാടില്ല. നമുക്ക് എന്താണ് കൈയൊക്കെ കൂട്ടി പിടിക്കുന്നതിപ്പം ആൾക്കാർക്ക് തോന്നും ഇവർക്ക് എന്തോ ഒരു എന്താണ് സഭാകമ്പം ഉണ്ട്. അതല്ല, നമ്മൾ ഓപ്പൺ ഹാൻഡോട് കൂടി നമ്മൾ നല്ല ഫ്രീ മൈൻഡോട് കൂടി നമ്മൾ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ പിടിക്കുക, തൊട്ടടുത്ത് എന്തെങ്കിലും ടേബിളോ കാര്യങ്ങളോ ഉണ്ട് അതേ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കും. നമ്മൾ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ഒരു ചേഷ്ടകളും ഉണ്ടാക്കാൻ പാടില്ല, അത് കാണിക്കാനായിട്ട് പാടില്ല. ഇനി ഇവിടെ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രസന്റേഷൻ അല്ലെ നമ്മളുടെ ഈ ഒരു കാര്യം നമ്മൾ അവയർനെസ് കൊടുക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആരോടും ആജ്ഞാപിക്കാനായിട്ട് പാടില്ല അല്ലെ. നമുക്ക് ആരോടും ഒന്നും കമാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും, സെയിൽ നടക്കാൻ വേണ്ടി അവരെ ആജ്ഞാപിക്കും. അവിടെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്കുണ്ടാകും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബെഗ് ചെയ്യാൻ പാടില്ല. അയ്യോ നിങ്ങൾ ഇതൊന്നും എടുക്കണേ, അയ്യോ നിങ്ങളൊന്നും അങ്ങനെ അപേക്ഷിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ വില പറയുന്നവര്. അയ്യോ നിങ്ങൾ ഇതൊന്ന് എടുക്ക്, അയ്യോ ഇത് ചിലരൊക്കെ എന്റെ ചെവി കൊണ്ട് വിടാം, അയ്യോ നിങ്ങൾ ഇതൊന്ന് എടുത്തിട്ട് വേണം എനിക്ക് അത് എനിക്ക് നിങ്ങൾ ഇത് എടുക്കുവാണെങ്കിൽ എനിക്ക് ഇത്ര ഇത് കിട്ടും. നമ്മുടെ വീടുകളിലൊക്കെ ഓരോ പിള്ളേർ വരത്തില്ലേ ബാഗിൽ, അയ്യോ നിങ്ങൾ ഇതൊന്ന് എടുത്താൽ എനിക്ക് ഇത്ര പോയിന്റ് കിട്ടും, അതാണ് ഇതാണെന്നൊക്കെ പറയാറില്ലേ. നമ്മൾ അങ്ങനെ തരം താഴരുത്, നമ്മൾ അപേക്ഷിക്കാൻ പാടില്ല. നമ്മൾ എന്തേ ചെയ്യാവുള്ളൂ, നമ്മൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള സജഷൻ കൊടുക്കുക അല്ലെ. അവർക്ക് ഒരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുമ്പം അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു നല്ലൊരു ലീഡറാണെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അവർക്ക് ഹെൽത്ത്, അവരുടെ നീഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിവുണ്ടാകണം. അവർക്ക് ഒരു ഹെൽത്ത് ആണ് വേണ്ടിയതെങ്കിൽ അവർക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് വെൽത്ത് ആണ് വേണ്ടത് നമുക്കത് മനസ്സിലാക്കി നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് നിങ്ങൾക്കിത് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെ, അവർക്കൊരു നമുക്ക് അവരോട് നല്ല കാര്യം സജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ബെഗ് ചെയ്യുക, അതൊന്നും ആകരുത്. നമ്മൾ അവർക്ക് വേണ്ടുന്ന സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു പോസിറ്റീവ് വൈബിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നവർക്ക് തോന്നണം. ഈ കേൾക്കുന്ന ആൾക്കാര് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം കേട്ടോ. പറയുന്ന ആൾക്കാരും അല്ലെ കേൾക്കുന്ന ആൾക്കാരും അല്ലെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് പരിഗണന വേണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു ശ്രോതാവാണ്, അത്രേ ഉള്ളൂ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ശരീരഭാഷ, വാക്കുകള് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരഭാഷയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ്. അതായത് വൾഗർ വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ വാല്യൂ, അതായത് ഡോർ ടു ഡോർ സെയിൽ ചെയ്യുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ഇതിന് വാല്യൂ കൊടുത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വൾഗർ വേർഡ്സുകളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അല്ലെ. ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രൊഫഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളല്ലാതെ കുറച്ച് കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ നമ്മൾ ഒന്നെങ്കിൽ വീട്ടിൽ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന രീതിയിലൊന്നും അല്ലെന്ന്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു പാറ്റേണിൽ വേണം നമ്മുടെ സംസാരം. നമ്മളില്ലേ, നമ്മൾ അടിമുടി ഒന്ന് മാറാൻ ശ്രമിച്ചാലേ ഉള്ളൂ നമുക്കിവിടെ എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ, എനിക്ക് അങ്ങനെ പറ്റത്തില്ല, ഞാനിതാ ശീലിച്ചിരിക്കുക, അങ്ങനെ പറയുന്നവർക്കൊക്കെ അവിടെ ഒരു വാല്യൂ ആരും തരത്തില്ല എന്നുള്ളത്. അതായത് വൾഗർ വേർഡ്സുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നല്ലപോലെ നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം, മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം. നല്ല ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, നല്ല അറിവുണ്ടാകണം.
ഈ അറിവുകൾ എവിടുന്നാ കിട്ടുന്നേ? വേറെ എങ്ങും പോകണ്ടല്ലേ, ഒരു പൈസ മുടക്കും ഒന്നുമില്ല. നമ്മുടെ ഇതുപോലത്തെ മോർണിംഗ് സൂമിൽ നമുക്ക് കയറാം, കുറെ അറിവുകൾ കിട്ടും, നമ്മുടെ പ്രോഗ്രാമുകൾ അല്ലെ. ഈ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മുടെ പ്രോഗ്രാമുകളിൽ കൂടിയാണ് അല്ലെ. ഈ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മൾ മൂർച്ച കൂട്ടണം അല്ലെ. ഇന്ന് കിട്ടുന്ന അറിവ് നമുക്ക് നാളേക്കുള്ള സക്സസിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ അറിവിന്റെ മൂർച്ചകൾ കൂട്ടിക്കൊണ്ട്, അതായത് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന നോളജുകൾ നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന ടിപ്സ്. ഓക്കെ, ഇനി എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നമ്മളിപ്പം ഉച്ചത്തിൽ സംസാരിക്കാൻ പറയുന്നു. അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും എന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സൗണ്ട് ഇല്ല എന്നുള്ളതാണ്. എന്റെ ലീഡേഴ്സ് ഒക്കെ എപ്പോഴും പറയും നന്നായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുക, അല്ലെ വീട്ടിൽ കുട്ടികളോട് വഴക്ക് പറയുന്ന പോലെ അത് ഒച്ച എടുക്കുന്നൊക്കെ. പക്ഷെ എനിക്ക് എന്താണോ എനിക്ക് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഈ സ്പീക്ക് ലൗഡ്ലി എന്ന് പറയുന്നത് വളരെ ഉച്ചത്തിൽ ഭയങ്കര സൗണ്ടിൽ അങ്ങനല്ല കേട്ടോ. നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ, ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കമ്പനി, പ്രോഡക്റ്റ്, ഇൻകം പ്ലാൻ ഇതെല്ലാം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പറഞ്ഞ മെത്തേഡിൽ കൂടെ നമ്മൾ പറയാനായിട്ട് നമ്മൾ പഠിക്കുക. പുതിയതായിട്ടുള്ള ആൾക്കാരാണ് ലീഡേഴ്സുമായിട്ട് അവരിരുന്ന് ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പ് ട്രെയിനിങ്ങുകളിൽ കൂടിയൊക്കെ നമുക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ കമ്പനി എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മുടെ ഇൻകം പ്ലാനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് സക്സസിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. അതായത് നമുക്ക് നമ്മളോട് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട് നമുക്ക് ലിസ്റ്റ് മേക്ക് ചെയ്യണം അല്ലെ. നമ്മളത് നിസ്സാരമായിട്ട് കാണും. പ്രിയമുള്ളവരെ, ഞാൻ പറയാണ്, എന്റെ അനുഭവം തന്നെയാണ്. നമ്മൾ ഇവിടെ ഒരു ലിസ്റ്റ് മേക്ക് ചെയ്തില്ല എങ്കിൽ നമുക്ക് സക്സസിലേക്ക് എത്താൻ സാധിക്കും. നമ്മളോട് ലീഡേഴ്സ് പറയും പ്രധാനമായിട്ട് നമ്മുടെ കോണ്ടാക്റ്റുകൾ എഴുതി വെക്കണം, അല്ലെ നമ്മുടെ പരിചയക്കാരൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളത് നിസ്സാരമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. നമ്മളത് അങ്ങനെ ചെയ്ത് ഈ ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് ബിൽഡിംഗ് തന്നെയാണ്. അപ്പം ഇത് നമുക്ക് മറ്റുള്ളവരുടെ ചെന്ന് കാണിക്കും. നമ്മളിപ്പോ പലരിടത്ത് ചെന്ന് പറയുന്നു, അവിടെ ചെല്ലുമ്പോൾ 10 പേരോട് അല്ലെങ്കിൽ ഒരു 50 പേരോട് പറയുന്നു, അത് അവരാരും അതൊക്കെ അവർ റിഫ്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡയറിയിലുള്ള നമ്മുടെ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യത്തില്ല അല്ലെ. നമുക്ക് ഇനിയും നമ്മുടെ ആൾക്കാരിലേക്ക് പറയാൻ ഇനിയും ആൾക്കാരുണ്ട്, അടുത്ത ആളിലേക്ക്. അപ്പൊ നമ്മുടെ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇന്ന് വരെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡയറിയിൽ ഒരു ഡയറി മേടിക്കുക, അതിനകത്ത് നിങ്ങളെ ആരെയൊക്കെ കാണണം, ആരിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു അവസരം ഷെയർ ചെയ്യണം, അവരുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുക. ഓക്കെ, ഇനി വിജയിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. അപ്ലൈന്റെ സഹായമില്ലാതെ സ്വന്തമായി പ്ലാൻ പറഞ്ഞ് നിങ്ങൾ എന്നാണ് നിങ്ങൾ സെയിൽ പോസ്റ്റ് ചെയ്യുന്നു അന്ന് നിങ്ങൾ ഫസ്റ്റ് ലെവല് വിജയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ അപ്ലൈന്റെ സഹായമില്ലാതെ നമ്മൾ തനിയെ എന്നാണ് നമുക്കൊരു സെയിൽസ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അന്ന് നമ്മൾ ഫസ്റ്റ് ലെവല് വിജയിച്ചു. ഇനി അടുത്തത്, നിങ്ങളുടെ സഹായമില്ലാതെ നിങ്ങളുടെ ലെഫ്റ്റ് ടീമിൽ നിന്നും റൈറ്റ് ടീമിൽ നിന്നും 2 പേർ, അതായത് സെയിൽസ് ലീഡേഴ്സ് എന്ന് പ്ലാൻ പറഞ്ഞ് സെയിൽസ് ക്ലോസ് ചെയ്യുന്നു അന്ന് നിങ്ങൾ സെക്കൻഡ് ലെവൽ വിജയിച്ചു. നിങ്ങളുടെ സഹായമില്ലാതെ അല്ലെ, നമുക്കറിയാം നമ്മൾ ലെഫ്റ്റ് ടീമുണ്ട്, റൈറ്റ് ടീമുണ്ട്, ജീനിയസും വിന്നറിലും അല്ലെ. അവിടെ നമ്മുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ എന്നാണോ 2 പേര് സെയിൽസ് പ്ലാൻ പറഞ്ഞ് ആ 2 പേര് ലെഫ്റ്റ് ടീമിൽ നിന്ന് ഒരാള് റൈറ്റ് ടീമിൽ നിന്ന് ഒരാള് തനിയെ പോയി സെയിൽ എടുക്കുന്നു അന്ന് നമ്മള് ഒരു സെക്കൻഡ് ലെവല് ജയിച്ചു. ഇനി അടുത്ത നിങ്ങളുടെ ടീം ലീഡേഴ്സിന്റെ കൂടെയുള്ള 2 പേര്, നേരത്തെ പറഞ്ഞ 2 ലീഡേഴ്സ് അല്ലെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ഓരോരുത്തരും വന്നു അല്ലെ, അവരുടെ കൂടെയുള്ള 2 പേർ എന്ന് അവരുടെ സഹായം ഇല്ലാതെ പ്ലാൻ പറഞ്ഞ് സെയിൽസ് ക്ലോസ് ചെയ്യുന്നു അന്ന് ആര് വിജയിച്ചു? നിങ്ങൾ ഓരോരുത്തരും വിജയിച്ചു.
അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ട്രൈ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ KBC നിരന്തരം പ്രോഗ്രാമുകൾ ലൈവായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ തന്നെ നമുക്ക് തരുന്നത്. അപ്പം ഇവിടെ വിജയിക്കണമെന്ന് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ, അല്ലെ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന മേഖല നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. നമ്മൾ പല മേഖലകളിൽ ജോലി ചെയ്ത് വന്നിട്ടുള്ളവരാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്നിട്ടും നമ്മൾ എവിടെയും എത്തിച്ചേരാൻ സാധിച്ചില്ല. അപ്പൊ ദൈവമായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നമുക്ക് കിട്ടിയ അവസരം നമ്മളെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുവാണെങ്കിൽ നമുക്കും ഈ ഒരു അവസരം മറ്റുള്ളവരെയും കൂടെ കൈപിടിച്ച് ഉയർത്താനായിട്ടും അവരെ എന്താ പറയുക, ഇതിനൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാവരും, ഇതൊന്നും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതായത് നമ്മൾ ഇങ്ങോട്ട് വന്നു, നമുക്കൊരു ഫാമിലി ബോണസ് ഒക്കെ ഒരു ഫസ്റ്റ് ഒരു ന്യൂ കമറെ സംബന്ധിച്ച് ഈസിയാണ്, അല്ലെ, ഫാമിലി ബോണസ്. നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫാമിലി ബോണസ് ആണ്. നമ്മുടെ ന്യൂ കമറെ സംബന്ധിച്ച്, അല്ലെ, അവർക്കൊരു വരുമാനം പെട്ടെന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും ഇന്ന് ലോകത്തിൽ തന്നെ ഈ ബെറ്റോറിൻ കമ്പനിയിൽ ഉള്ളത്ര വരുമാനം വേറൊരു കമ്പനിയിലും ഇല്ല എന്നുള്ള സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു വരുമാനം നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ടീമിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഫാമിലി ബോണസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, മുന്നോട്ട് പോകുമ്പോൾ ലീഡേഴ്സ് ഇതൊരു ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എപ്പോഴും അതത്ര ഈസി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണ്, ഇതിനകത്ത് കയറ്റിറക്കങ്ങളുണ്ട്, അല്ലെ. നമുക്ക് നല്ല വരുമാനമൊക്കെ കിട്ടി നമുക്ക് നല്ല ഇതിലായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അന്നേരം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് 4 പേരോട് സംസാരിക്കാൻ. പ്രിയമുള്ളവരെ, ഈ ഒരു ബിസിനസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് വരാം, ഇവിടെ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം. നമ്മളെ ഏറ്റവും നമ്മളുടെ ബെസ്റ്റ് കാണിക്കേണ്ടത് നമ്മളുടെ ആ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ്, അല്ലെ. നമ്മൾ അന്നേരവും ഇവിടെ ഡെസ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ നമ്മുടെ വേറെ ആരെയും ഞാൻ ചൂണ്ടിക്കാണിക്കില്ല. നമ്മുടെ മൈൻഡിലും വഴികാട്ടുമായിട്ടുള്ള ആ മനോജ് സാർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിത്വം ഇന്ന് നമ്മളെ നയിക്കാനില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷെങ്കിൽ അവിടെ ഇവിടെ പോയിരിക്കും, അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് വേറൊരു ഡയറക്ടർ സെല്ലിംഗ് മേഖല ഫസ്റ്റ് ടൈം ചെയ്യുന്നവര് ചിലപ്പം ഇത് തന്നെ ചെയ്യും. ഓക്കെ, എന്നാലും നമുക്ക് ഇത്ര ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേറെ ആരെയും നമുക്ക് നോക്കണ്ട, നമ്മുടെ മനോജ് സാറിനെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ആ ഒരു വ്യക്തി ഇത്രയും വരുമാനം മേടിച്ചിട്ടും എന്നും നമുക്കൊരു 1-2 വേണോ, 1-1 കൊടുക്കണോ, സാറ് റെഡിയാണ്. ആ ഒരു മൈൻഡാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഇതിന്റെ അകത്ത് കുറെ വരുമാനം മേടിച്ചു, ഇനി അവരൊക്കെ ചെയ്തോട്ടെ, ആ ഒരു കാഴ്ചപ്പാട് അല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇതൊക്കെ പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, വിജയിച്ച ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അതൊന്നും നമുക്കൊന്ന് ഫോളോ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാ. അത്രേ എന്നെ സംബന്ധിച്ച് പറയാനുള്ളൂ. കാരണം നമ്മൾ കുറെ ഓടുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അത് നമ്മുടെ തന്നെ കഴിവിന്റെ കുറവുകൊണ്ടാണ്, അല്ലെ. നമുക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുന്നില്ലേ, നമ്മൾ മറ്റാരെയും അല്ല നമ്മൾ കുറ്റം പഴിക്കേണ്ടത്, നമുക്ക് നമ്മളെ തന്നെ. നമ്മുടെ കുറവാണ്. നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും അത് സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണ്, അല്ലെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് എന്താ പറയണ്ടേ, അതായത് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്നെ കാണാൻ പറ്റാത്തതാണ്. അപ്പൊ ഇനി നിങ്ങളോട് കണ്ടങ്ങ് സംസാരിക്കാന്ന് വിചാരിച്ചാണ്. 6:43 ആയതേ ഉള്ളൂ. 6:45 ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ഒരു 172ഓളം ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്, അല്ലെ. നമുക്ക് കിട്ടിയ അമേസിംഗ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് ഇഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തപ്പോഴാണ് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടിയത്. ആണോ അല്ലയോ? ഈ പറയുന്ന ഞാൻ പോലും, അല്ലെ, എനിക്ക് ഒരു മാസം കൊണ്ടൊക്കെ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ തന്നെ പോസിറ്റീവായി. ആ വരുമാനം കിട്ടിയത് എങ്ങനെയാണ്? എന്റെ കഴിവ് മിടുക്കുവാണോ? അല്ല. അതെന്താണ്? നമ്മുടെ പ്രോഡക്റ്റിലെ സത്യമാണ്. അപ്പൊ നമ്മൾ ഇത് ഇഷ്ടപ്പെട്ട് ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ വിജയിക്കണമെങ്കിൽ നമുക്ക് വിജയിച്ച ആൾക്കാർ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളേക്ക് ഷെയർ ചെയ്തു. ആ വിജയിച്ച ആൾക്കാർ എന്താണോ ചെയ്യുന്നത്, അല്ലെ, അവരെന്താണോ പറയുന്നത് അതൊന്ന് കേൾക്കുക. അല്ലെ, നമ്മുടെ അപ്ലൈ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്, അല്ലെ. ചിലപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ആദ്യം നമുക്ക് ദഹിക്കത്തില്ല, ആദ്യം കഴിക്കും, പിന്നീട്, അല്ലെ, നെല്ലിക്ക കഴിച്ചാൽ ആദ്യം നമുക്ക് എന്താണ് കയ്പുണ്ടോ, പിന്നെ മധുരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ അപ്പയും എന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അത് നമ്മളൊന്ന് അനുസരിക്കാൻ നമ്മളൊന്ന് റെഡിയാകുക. കാരണം
നമുക്ക് ഒരുപോലെ ഇവിടെ ഒരാളല്ല രക്ഷപ്പെടുന്നത്, നമുക്ക് ഒരുപോലെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതാണ് ഈ ഒരു പ്രൊഫഷന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയിച്ച ആൾക്കാർ എന്താണോ കാണിക്കുന്നത് ആ സിസ്റ്റം ഒന്ന് നമ്മളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയ ഒരു അവസരം ചെറുതല്ലാതെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ ദൈവം തന്നിരിക്കുന്ന ഈ ബ്ലെസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് നമുക്ക് നാളേക്ക്, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ആൾക്കാരാണ്. നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മുടെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകാനായിട്ട്, നാളേക്കല്ലേ നമ്മുടെ തലമുറകൾ നമ്മളെ ഓർക്കാനായിട്ട്, അല്ലെ? ഇന്നിപ്പം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും അല്ലെ, KBC കുറച്ച് ആൾക്കാരൊക്കെ എന്നെ ഓർക്കായിരിക്കും അല്ലെ, എന്ന് പറഞ്ഞത് നമ്മളൊരു അറിയപ്പെടുന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും സാധിക്കും അല്ലെ, നമ്മൾ എന്നെ കൊണ്ട് സാധിക്കും. നമ്മൾ ഉൾവരി, നമ്മൾ ഇൻട്രോവേർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ജന്മം അങ്ങനെ പോകും. അതല്ല ചെയ്യണ്ടേ. ഇന്ന് KBC അല്ലെ, ശരിക്കും പറഞ്ഞ നമ്മുടെ മനോജ് സാറിനെ നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെ നമ്മുടെ ഈവേട്ടോട് സ്നേഹിക്കുന്ന, അല്ലെ MD സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങളൊന്ന് വെളിയിലേക്ക് വരിക അല്ലെ. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ നയിക്കാൻ നല്ലൊരാൾ. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്, അത് നമ്മൾ വിശ്വസിക്കുക. നമുക്ക് സെൽഫ് ഡൗട്ട് പാടില്ല. നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ അവസരം എന്താ പറയണ്ടേ, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ഒരു സുവിശേഷമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുക. നമുക്ക് ഓരോരുത്തർ നമ്മളുടെ പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ആരും എന്താ പറയണ്ടേ, അവിടെ ആരും ഒരു നെഗറ്റീവ് പറയത്തില്ല അല്ലെ. അപ്പം ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്കും നമ്മുടെ കൂടെയുള്ളവരെ ഒരുപോലെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുന്ന ഒരു അവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ജയ് ഈ ബേട്ടൂർ. താങ്ക് യു മിനിമ. താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ലൊരു ക്ലാസ് അല്ലേ, നമ്മുടെ ലൈഫിലായാലും ബിസിനസ്സിലായാലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു മാം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് അല്ലെ. ഒത്തിരി പേര് ഇതിനകത്ത് ലൈക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ റിപ്ലൈ ആണെന്ന് ഞാൻ കരുതുന്നു. ശരിക്കും ഒത്തിരി കാര്യങ്ങൾ, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ മാം നമുക്ക് പറഞ്ഞു തരും. ശരിക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാല് നമുക്ക് ഒത്തിരി നല്ല രീതിയിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും പേരില്, ഹൃദയത്തിന്റെ ഭാഷയില് ഞാൻ മിനി മാമിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം, ഇന്നലെ നമ്മുടെ സാറിന്റെ ക്ലോസിംഗ് ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാര്യം ഇപ്പം എല്ലാ ദിവസവും മനോജ് സാറിന്റെ ക്ലോസിംഗിൽ ഇന്ന് സ്വരം കേട്ട് ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്നില്ല നമുക്ക് സൂമില്. സാറിന് ഇച്ചിരി തിരക്കായി പോയായിരുന്നു. അപ്പൊ ഇന്നിപ്പം നമുക്ക് സാറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹത്തോടെ ഇന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നും നമ്മളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള ഉറച്ച തീരുമാനമാണ് സാറിന്റെ കയ്യിലുള്ളത്. നമുക്ക് വേണ്ടിയിട്ട് തന്നെ സാർ ഇന്ന് മുംബൈക്ക് പോവുകയാണ്. ഇന്ന് ശരിക്കും വളരെ അത്ഭുതമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും സാറിനെ പറ്റി പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. നമ്മുടെ അന്നദാതാവ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത്ര ഒരു മികച്ച വ്യക്തിത്വമാണ്. സാറിന്റെ നല്ല മനസ്സിന് നന്ദി. ഞങ്ങൾ എന്നും ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന സാറിന്റെ നല്ല മനസ്സിന് നന്ദി. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മനോജ് സാറിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് വെൽക്കം ചെയ്യുന്നു. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച് സുജാ മാം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മിനി മാഡമാണ് നമ്മളോട് സംസാരിച്ചത്. മിനി മാഡത്തിനെ കുറിച്ച് അറിയാം. അയൺ ലേഡി ഓഫ് ദ ഇബാറ്റോറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന അതിശക്തമായ ആത്മധൈര്യത്തോടു കൂടിയിട്ട് ബയോട്ടോറിയത്തിൽ വലിയ അച്ചീവറായി മാറുക എന്നതിനുപരി ഒത്തിരി ആളുകളെ അച്ചീവേഴ്സ് ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് 24/7/365 days ഏത് സമയത്ത് എവിടെ വിളിച്ചാലും വർക്കിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മിനി മാം. രാവും പകലും ഇല്ലാതെ എല്ലാ സമയത്തും സഞ്ചരിക്കാനും ടീമിന്റെ കൂടെ രാത്രിയൊക്കെ ഞാൻ കാണാറുണ്ട്. ചിലപ്പോൾ 10-10:30 ആകുമ്പോഴേക്കാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ബയോട്ടോറിയത്തിൽ അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ വീട്ടില് ജോലിയുണ്ട്, തിരക്കുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാം. അത്രയും ഡെഡിക്കേറ്റ് ചെയ്തത്. ഇപ്പം BOP എടുക്കാനാണെങ്കിൽ പോലും എവിടെയായാലും കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രോഗ്രാം വെച്ചാലും അവിടെ തന്റെ ടീമുണ്ടോ എന്നൊന്നും നോക്കാതെ ലീഡേഴ്സ് പറയുമ്പോൾ അവിടെ ചെന്ന് പ്രോഗ്രാം നടത്തുക, പിക്കുകൾ തയ്യാറാക്കുക. നമ്മൾ ഈ മോർണിംഗ് പിക്കും BOPയുടെ പിക്കുകളൊക്കെ തയ്യാറാക്കുന്നത് മിനി മാമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം മിനി മാമിന്. മനസ്സിലായ? പലരും ഇതൊക്കെ അറിയെങ്കിൽ പോലും എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടാകുക. കാരണം അത് റിസ്ക് ആണല്ലോ.
കൃത്യസമയത്ത് ഇത് ചെയ്യണം, എടുക്കണം, അല്ലെ? ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് എല്ലാം എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു മാറും, അറിയെങ്കിൽ പോലും. പക്ഷെ മിനിമം ഞാൻ ചെയ്തോളാം സാറേ എന്നുകൊണ്ട് കൃത്യമായിട്ട് രാവിലെ പ്രോഗ്രാം ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് MC ആരാണെന്നൊക്കെ ചോദിച്ച് അതെന്റെ തിരക്കിനിടയിലും വളരെ കൃത്യമായിട്ട് അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ബിഗ് കൺഗ്രാജുലേഷൻ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് മിനിമമിന്. നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയുമാണ് നമ്മളെ ജീവിതത്തിൽ തന്നെ സക്സസ് ആക്കുന്നത്, ബയോട്ടോറിയത്തിൽ മാത്രമല്ല. നല്ല പ്രവൃത്തി, നല്ല ചിന്ത, മറ്റുള്ളവരെ സ്നേഹിക്കുക, അല്ലെ? നമ്മളെ പോലെ ഉള്ളവർ തന്നെയാണ് മറ്റുള്ളവരും എന്നുള്ള ആ ഒരു കരുണ, സഹജീവികളോട് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്, അല്ലെ? എല്ലാത്തിലും ദൈവം ഇരിക്കുന്നുണ്ട് നമ്മൾ പറയാറുണ്ട്, അല്ലെ? മണ്ണിലും പുല്ലിലും, ഇല്ലേ, തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ട് എന്ന് പറയും പോലെ എല്ലാവരുടെ ഉള്ളിലും തുടിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഞാൻ 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 എന്ന ആ ഭാവം മാറ്റിക്കൊണ്ട് എനിക്ക് 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 എന്നുള്ള ആ ചിന്ത മാറ്റിക്കൊണ്ട് നമുക്ക്, അല്ലെ, നമുക്ക് എല്ലാവർക്കും എന്നുള്ള ആ ചിന്തയോട് കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ വലിയ ഒരു ഗ്രാൻഡ് സക്സസിലേക്ക് നമുക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഈ പ്രകൃതി ശക്തി നമ്മൾ എത്തിക്കുന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആവേശത്തോടെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും മുൻപന്തിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നിവിടെ സംസാരിച്ചത് സെയിൽസ് സീക്രട്ട് ടിപ്സുകളാണ്. സെയിൽസ് നടക്കുന്നത് എപ്പോഴും നമ്മുടെ ആ ഒരു വേ ഓഫ് ടോക്കിംഗ്, നമ്മുടെ പെരുമാറ്റവും അനുസരിച്ചാണ് എപ്പോഴും സെയിൽസ് നടക്കുക. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇന്ന് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു, ഒരാൾക്ക് എങ്ങനെ നമ്മളെ ഈ പ്രൊജക്ട് അവതരിപ്പിക്കുന്നു, പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മളുമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുക. ഒരു ബ്രെയിനിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചാണ് അവിടെ സെയിൽസ് നടക്കുന്നത്. നമ്മൾ വലിയ ഈഗോയോട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. അവിടെ നമ്മൾ അവരെ പോലെ തന്നെ അവരിൽ ഒരാളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോയി സംസാരിക്കണം. നിങ്ങൾക്ക് 25 ലക്ഷം ലിറ്റർ കിട്ടിയ ലീഡറാണ്, എനിക്ക് മാഗ്നറ്റിക് തെറാപ്പി മുഴുവൻ അറിയാം എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഒരു പുതിയ കസ്റ്റമർ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞാൽ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല. അവരിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം. അപ്പോഴാണ് അവിടെ ഈ അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്. അവിടെയാണ് സെയിൽസ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ബോട്ടം ലെവലിലേക്ക് താഴ്ന്നു നിന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അവരിൽ ഒരാളായിട്ട് നിൽക്കണം. ചില ആളുകളൊക്കെ പോയി കാണാൻ പറയും ഭയങ്കര ലീഡറാന്നൊക്കെ പറയുമ്പോൾ തലക്കാരത്തോട് കൂടിയിട്ടൊക്കെയാണ് അവരോട് സംസാരിക്കുക. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അവിടെ തന്നെ സെയിൽസ് തീരും, അല്ലെ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട് നമ്മളല്ലേ. ആദ്യം തന്നെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ചിരിയോട് കൂടിയിട്ട്, അല്ലെ, അവരെ എന്ത് ചെയ്യാ നമുക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി സാധിക്കണം. കാണുമ്പോൾ തന്നെ ആ വീട് ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ചിരി. ചില ആൾ ചിരിക്കത്തൊന്നുമില്ല, ഭയങ്കര ഞാൻ പറയുന്നില്ല, ചില നേതാക്കന്മാരറിയാലോ നമ്മുടെ രാഷ്ട്രീയത്തിൽ, അവരുടെ ജീവിതത്തിൽ ഇതൊരു ചിരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ചിരിക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ? അപ്പൊ ഈ ചിരിയാണ് നമ്മളെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നുള്ള ഒരു ചിരി. അതുകൊണ്ട് ഈ ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു ചിരിയോട് കൂടിയിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു നല്ലൊരു സ്നേഹ സമ്മാനമാണ് ചിരി എന്ന് പറയുന്നത്. നമ്മളോട് ദേഷ്യമുള്ള ആള്, നമ്മളെ കുത്തിക്കൊല്ലാൻ വരുന്ന ആളുടെ മുമ്പിൽ നമ്മളൊന്ന് ചിരിച്ചൊരു കൈകൂപ്പിയിട്ട് ഞാൻ തരാം, എനിക്കിപ്പൊ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് 1 മാസം കൂടെ സാവകാശം തന്നാൽ മതി, ഞാൻ തന്നു തീർത്തോളാം എന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തോടെ വന്ന ആളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് നമുക്കത് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കണം. ആ രീതിയിലുള്ള കുറെ ടിപ്സുകൾ ഇവിടെ മേഡം എന്തായാലും നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കാര്യമൊക്കെ ഇവിടെ പറഞ്ഞതാണ്, അല്ലെ? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, നമ്മൾ അകത്തേക്ക് കയറുക, അവിടെ ഇരിക്കാനുള്ള പൊസിഷൻ ഉണ്ട്, ആ പൊസിഷനിൽ ഇരിക്കുക, ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുക, അല്ലെ? നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എവിടെയാണ് നോക്കണം, അനാവശ്യമായിട്ട് അടുക്കളയിലേക്കൊന്നും നോക്കിക്കൊണ്ട് സംസാരിക്കരുത്. അപ്പൊ സംസാരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ കുറെ ടിപ്സുകളുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റെല്ലാം വിൽക്കുന്നതിനും ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അല്ലാണ്ട് സാഗർ ജോഷി സാറും ബയോമാഗ്നറ്റിക് തെറാപ്പിയും അതും ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളില്ല. ഇത് വാങ്ങിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ബെനിഫിറ്റ് കിട്ടും, അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുക. പോകുന്ന ആൾക്ക് പൈൽസ് ഉണ്ട്, വെരിക്കോസ് ഉണ്ട്, മുട്ടുവേദനയുണ്ട്, നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന ഉടനെ എല്ലാം പറഞ്ഞു നിങ്ങളുടെ വെരിക്കോസിന് ഇത് ഫസ്റ്റ് ആണ്, നിങ്ങളുടെ പൈൽസിന് ഇത് മാറും, അങ്ങനെ പറയരുത്. അപ്പൊ അദ്ദേഹം വിചാരിക്കും ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തിരക്കഥ എഴുതി വെച്ചിട്ട് വന്നതാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ പറയാം എന്താ, പൈൽസിന് ഞാൻ ഇന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഷുഗറിന് ഇന്ന ആൾക്ക് ഞാൻ ഡയറക്റ്റ് കൊടുത്ത ഇന്ന റിസൾട്ട് കിട്ടും. വെരിക്കോസിന് ഇതിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കരുത്, അത് അവർക്കത് ഫീൽ ചെയ്യും. അതൊന്നും അസുഖം ആരും പുറത്തു പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ വേണം അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം എല്ലാവർക്കും അറിയാം ഇത്. എന്നാൽ ഒന്നും കൂടി നിങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിയതാണ് ഞാൻ. അപ്പൊ ആ രീതിയിൽ നല്ലതായിട്ട് നമ്മൾ സംസാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് സെയിൽസ് എടുക്കാൻ വേണ്ടി സാധിക്കും. സെയിൽസ് എടുക്കുന്നവരാണ് ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കുന്നത്. അതുപോലെ സെയിൽസ് എടുക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുന്ന ആളുകളാണ് ലീഡേഴ്സ് ആയിട്ട് മാറുന്നത്. അവരാണ് ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കുക. നമ്മുടെ ടീമിനെ പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനാണ് ബൈ ട്രെയിനിങ്, സൂം മീറ്റിംഗ്, ഫിസിക്കൽ മീറ്റിംഗ്, BOPകൾ, NDOPകൾ, RTPകൾ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതിലൂടെ എല്ലാം നമുക്കത് സജ്ജമാക്കാൻ വേണ്ടി സാധിക്കും. ഇനി വളരെ സന്തോഷമുള്ള ഒരു വാർത്ത, ഇന്നലെ വൈകുന്നേരം ഒരു PPT വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഗ്രൂപ്പുകളിലേക്കും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പലർക്കും എന്തൊക്കെയാണ് സാറേ എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് കമ്പനി വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ കണ്ടോലും വേറെ ലെവലിലേക്ക് അതിന്റെ ഓരോ പടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാം ഫീൽഡിൽ പോകുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് 10,700, 9,800, 13,500 ഇതൊന്നും മുടക്കാൻ കാശില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്നാ ശരി, പിന്നെ കാശ് റെഡിയാക്കുമ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും നമ്മളല്ലേ. അപ്പൊ അങ്ങനെ നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ ഒരാളെ പോലും നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ചെറിയ പാക്കേജ്, 1 PVയുടെ പാക്കേജ്, 1,100 രൂപയുടെ പാക്കേജ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 1,600 പാക്കേജ് എടുത്തുകൊണ്ട്, ഏതെങ്കിലും ഒരു 1 PVയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നത്തെ PPT നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇപ്പൊ PPT ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, നോക്കുക ഒരു മിനിറ്റ്. ഇത് ഫസ്റ്റ് പർച്ചേസിന് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബില്ലിംഗിലി റീപർച്ചേസിന് ഉപയോഗിക്കാം. സോപ്പാണ് ഇവിടെ കൊടുത്തത്, ഒരു ബോക്സ് സോപ്പ്. അതിന് വരുന്ന എമൗണ്ട് എത്രയാണ് വരുന്നത്? 900 രൂപയാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. DP പ്രൈസ് 900 രൂപ. നമ്മൾ 900 രൂപ അടച്ചാൽ മതി. 900 രൂപക്ക് നമുക്ക് ഇതിനകത്ത് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് കൊടുത്തിരിക്കുന്ന PV 1 PV ആണ്. അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ PV കാണിച്ചിട്ടുണ്ട്. ആ PV നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അടുത്ത സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ലേഡീസിന്റെ റിംഗ് ആണത്. അതിന് വരുന്നത് എത്രയാണ്? 1,300 രൂപയാണെന്ന് തോന്നുന്നു അല്ലെ. അതിനും വരുന്നത് 1 PV ആണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് അവരുടെ ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കേണ്ടത്. അടുത്ത സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ജെൻസിന്റെ റിംഗ് ആണ്. ജെൻസിന്റെ റിംഗിന് വരുന്നത് 1,500 രൂപയാണ്. 24 കാരറ്റ് ആണ്. അടിപൊളി മോതിരമാണത്. 1,500 രൂപയാണ് അതിന്റെ DP പ്രൈസ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നമുക്കൊരു കസ്റ്റമറെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മുടെ മോർ പവർ ഉണ്ട്. 1,200 രൂപയാണ് അതിന്റെ DP പ്രൈസ് വരുന്നത്. അതിന്റെ MRP 1,500 ആണ്. 1,200 രൂപക്ക് 1 PV, 2 PV ആണ് അല്ലെ. എത്ര PV ആണ് വരുന്നത്? അടുത്തത് 100 ഗ്രാമിന്റെ മോർ പവറോട് വെച്ചിട്ടുണ്ട്. 100 ഗ്രാമിന് വരുന്നത് എൻലാർജ് ചെയ്ത് 100 ഗ്രാമിന് വരുന്നത് 3 PV, 8 PV അല്ലെ. സോറി, 3,700 രൂപയാണ് അതിന്റെ DP പ്രൈസ് വരുന്നത്. അതിന്റെ MRP വരുന്നത് 5,000 രൂപയാണ്. അപ്പൊ അതിന് കൂടെ തന്നെ അതിന്റെ PV കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ PVയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തരും എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കും. പിന്നെ 300 ഗ്രാമിന്റെ മോർ പവർ ഉണ്ട്. DP 5,500 രൂപയാണ്. 9,000 രൂപയാണ് അതിന്റെ MRP വരുന്നത്. നമുക്ക് 5,500 രൂപ കിട്ടും. അതിന്റെ PV എത്രയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എല്ലാവരും PPT തുറന്നു നോക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? PPT ഷെയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് 10 PV ഉണ്ട്. 10 PV. അതിനൊക്കെ അൾട്രാബെറി ജ്യൂസ് നമുക്ക് 4,000 രൂപയാണ് DP പ്രൈസ് വരുന്നത്. അതിന് 10 PV കിട്ടുന്നുണ്ട്. 4,000 രൂപ ഒരു പുതിയ കസ്റ്റമർ ആകുമ്പോൾ 4,000 രൂപ ആയിട്ട് അവർക്ക് കൊടുക്കും നമ്മൾ. അതിന് 10 PV കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഗീർ പശുവിന്റെ നെയ്യ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ DP പ്രൈസ് 2,400 ആണ്. 2,400 രൂപ. അതിന് PV എത്രയാ നോക്കേ? 1 കിലോ നെയ്യാണ് ഇത് വരുന്നത്. അതിന്റെ PV നമുക്ക് 4 PV കാണാൻ വേണ്ടി സാധിക്കും. 4 PV ആണ് അവിടെ വരുന്നത്. 4 PV അല്ലെ. അപ്പൊ ഇങ്ങനെ അനുസരിച്ച് 1 PV മുതൽ 2 PV, 3 PV, 4 PV. ഇത് ന്യൂട്രോമാക്സിന്റെ പ്രൊഡക്റ്റ് ആണ്. ന്യൂട്രി മിക്സ് ആണ്. അതിന് 1,900 രൂപയാണ് അതിന്റെ DP പ്രൈസ് വരുന്നത്. അതിന് 4 PV ആണ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഓരോരോ പ്രൊഡക്ട്സ് ഇന്നലെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെലാറ്റോണിൻ ഗമ്മീസ് വന്നിട്ടുണ്ട്. ഒരു ബോക്സ് 2,100 രൂപയാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. 2,100 രൂപ. ഇത് നല്ല ഉറക്കം കിട്ടുന്നതിന് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതിന് 4 PV ആണുള്ളത്. അടുത്തത് സീബക്തോൺ ഗമ്മീസ് വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് മോഡൽ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണത്. അതിന് 2,100 രൂപയാണ് DP പ്രൈസ് വരുന്നത്. 2,100 രൂപ. അതും 4 PV ആണ്. ഇപ്പൊ ക്യാഷ് കുറവാണ്, എന്റെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ പാക്കേജസ് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഈ കസ്റ്റമർക്ക് നമുക്ക് കൊടുത്തിട്ട് അവരെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്നലെ വന്ന പാക്കേജിന്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. മോർവിറ്റ വന്നിട്ടുണ്ട് അല്ലെ. 1,200 രൂപയാണ് മോർവിറ്റ ഒരു ബോട്ടിലാണ്. അതിനകത്ത് 60 ക്യാപ്സ്യൂൾ ഉണ്ടാവുന്ന എന്റെ ഓർമ്മ. അതിന് 2 PV ഉണ്ട്. 60 ക്യാപ്സ്യൂൾ.
2 PV ഉണ്ട്. ഇത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, സൂപ്പർ പ്രൊഡക്റ്റ് ആണത്. ക്യാൻസർ പ്രൊട്ടക്ഷൻ പോലും ഏറ്റവും നല്ലതാണ്. അതുപോലെ മോർവിറ്റയുടെ പൗഡർ ഉണ്ട്. കുട്ടികളൊന്നും ടാബ്ലറ്റ് കഴിക്കത്തില്ല. ഇത് ചോക്ലേറ്റ് ഫ്ലെയിം ഉള്ളതാണ്. ഇത് രാവിലെ ഒരു ഗ്ലാസ് ചൂട് പാലിൽ ഇത് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ചൂട് പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ ഇതിന് ഡബിൾ എനർജി കിട്ടുന്നുള്ളതാണ്. ഇതിന്റെ റിസൾട്ട് ഡബിൾ ആവും, ഇരട്ടിയാവും റിസൾട്ട് പാലിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ. ചോക്ലേറ്റ് ടേസ്റ്റ് ആണ്. അതൊക്കെ സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് 2 PV ഉണ്ട്. 1500 രൂപയാണ് ഇതിന്റെ DP പ്രൈസ് വരുന്നത്. അതിന് MRP ഉണ്ട്, DP ഉണ്ട്. നിങ്ങൾക്ക് ഇത് വാങ്ങി വേണമെങ്കിൽ റീറ്റെയിലൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിനെല്ലാം തന്നെ DP MRP ഒക്കെ പല പല പ്രൊഡക്ട്സിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ പാഡ് മാത്രം വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാശില്ല എന്ന് പറഞ്ഞാൽ വെറും ഒരു വാട്ടർ പാഡ് എടുക്കുക. നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് നമ്മളെ മാഗ്നറ്റൈസ് വാട്ടറിന്റെ ഗുണം നോക്കാൻ പറയാം. അതിന് PV കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ PV കൊടുത്തിട്ടുണ്ട്. 2 PV ആണ് വാട്ടർ പാഡിന് 2 PV. ഓക്കെ. അപ്പൊ ഇതുപോലുള്ള നിരവധി പ്രൊഡക്ട്സുകൾ, സിംഗിൾ പ്രൊഡക്ട്സുകൾ പർച്ചേസ് കൊണ്ട് നമുക്ക് വരാൻ വേണ്ടി സാധിക്കുന്ന ലെതർ റിസ്റ്റ് ബാൻഡ് ഉണ്ട്. നെക്സ്റ്റ് ലെതർ റിസ്റ്റ് ബാൻഡ് നമുക്കറിയാം അല്ലെ, അത് മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് പെയിൻ ഉള്ള ഭാഗത്തൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. സെമി ഡീലക്സ് പ്രൊഡക്റ്റ് ഉണ്ട്. അതിന് 3x6 ഫീറ്റിന്റെ ആണ്. അത് 13 PV ഉണ്ട്. അതിന്റെ DP പ്രൈസ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇതിനകത്ത് നമ്മളെ റിസ്റ്റ് ബാൻഡോ വാട്ടർ എനർജി പാഡോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് മാട്രസ് പാഡും പില്ലോ പാഡും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ താഴെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. മാട്രസ് പാഡ് ആൻഡ് പില്ലോ പാഡ്. ഇതാ സെമി മാട്രസ് വിത്ത് പില്ലോ പാഡ്. ഇത് പില്ലോ പാഡും മാട്രസ് പാഡും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ വീണ്ടും പറയണം, ഇനി വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണ്ടാരും. ഇതിനകത്ത് റിസ്റ്റ് ബാൻഡ് ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ഒരാൾക്ക് വീട്ടിലേക്ക് ഒരു എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മാത്രം വാങ്ങിയിട്ട് ഒരാൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് വാട്ടർ പാഡ് ഉണ്ടാവില്ല, 2 റിസ്റ്റ് ബാൻഡും ഉണ്ടാവില്ല. അതിന് 25 PV ഉണ്ട്. അടുത്തത് അല്ലെ സെമി ഡീലക്സിന് 10000 രൂപ. സെമി ഡീലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന് 10000 രൂപയാണ്. അതിന് വരുന്നത് 25 PV ഉണ്ട്. 25 PV ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 10000 രൂപയാണ് അതിന്റെ DP വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഇതിന്റെ കൂടെ ഒന്നും വാട്ടർ എനർജി പാഡോ റിസ്റ്റ് ബാൻഡോ കാണത്തില്ല, ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്ത സൂപ്പർ ഡീലക്സ്, നമ്മളിപ്പോ 9,800 കൊടുത്തുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഡീലക്സ് ആണത്. ഇതിവിടെ 7000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അവിടെ 13 PV ആണ് വരുന്നത്. സൂപ്പർ ഡീലക്സ് 13 PV, 7000 രൂപ. റിസ്റ്റ് ബാൻഡ് ഉണ്ടാവില്ല, വാട്ടർ എനർജി പാഡ് ഉണ്ടാവില്ല. മാട്രസ് പാഡും പില്ലോ പാഡും മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ പാക്കേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമറിലേക്ക് ചെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ സൂപ്പർ ഡീലക്സ് മാറ്റർ പാഡ് ഇല്ലേ, 5 അത് വലുതാണ്. ഡബിൾ ആയിട്ട് 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണത്. 5.5 എല്ലാവർക്കും അറിയാം. അതിന് 11,000 റുപ്പീസ് ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അത് 25 PV ആണ് അതിന്റെ PV വരുന്നത്. 25 PV ആണ്. അതേപോലെ അടുത്ത് സൂപ്പർ ഡീലക്സ് മാട്രസ്, അതിപ്പോ നമ്മൾ കാണിച്ച് 5.5 × 6 11,000 രൂപ, 25 PV. നെക്സ്റ്റ് അടുത്തത് ഇത് 25 PV ആണ്. അടുത്ത് വരുന്ന പ്രീമിയം മാട്രസ് ആണ്. പ്രീമിയം മാട്രസിന് വരുന്നത് 7,800 രൂപ. സിംഗിൾ 7,800 രൂപ വരും. റിസ്റ്റ് ബാൻഡ് ഉണ്ടാവില്ല, വാട്ടർ എനർജി പാഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അത് 7,800 രൂപയാണ് DP വരുന്നത്. PV 13 PV ആണ് അതിനകത്ത് വരുന്നത്. 13 PV. അടുത്തത് വരുന്ന പ്രീമിയം മാട്രസ് ഡബിൾ, അതായത് 5.5 × 6 ഫീറ്റിൻ്റെത്. അത് 25 PV, 13,500 രൂപ. 13,500 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അടുത്ത പ്രീമിയം മാട്രസ് സൈസ് ഡബിൾ വരുമ്പോൾ അതിന് 13,500 രൂപയാണ് DP പ്രൈസ് വരുന്നത്. അതിന്റെ MRP അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 19,300 ആണ് നമ്മൾ MRP. അത് 13,500 രൂപക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് 25 PV ഉണ്ടാവും അതിനകത്ത്. അതേപോലെ തന്നെ സൂട്ട് ലെങ്ത് ഉണ്ട്. സൂട്ട് ലെങ്ത് 3.3 മീറ്ററിന്റെ ആണ്. അത് 4 PV ആണ്. അതിന്റെ കോസ്റ്റ് വരുന്നത് 2,500 രൂപയാണ്. 4 PV വെച്ച് നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത ഷൂ ആണ്. ഷൂവിന് നമുക്ക് ഇവിടെ വരുന്നത് 7,200 രൂപയാണ്. 7,200 രൂപക്ക് 13 PV ആണ്. 13 PV. ഈ ഒരു ഷൂ പർച്ചേസ് ചെയ്തത് മാഗ്നറ്റിക് ഷൂ ആണ്. എല്ലാവർക്കും അറിയാം അതിന്റെ പ്രത്യേകത. അതിന്റെ ലോസിലകത്തെല്ലാം തന്നെ മാഗ്നറ്റ് ഉണ്ടാവും. നമ്മളെ ബോഡിയിലേക്ക് ഡയറക്റ്റ് കാൽപാദങ്ങളിലൂടെ ബോഡിയിലേക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ലേഡീസിന്റെ വാച്ചിന്റെ അടിപൊളി ഗോൾഡൻ വാച്ചാണത്. അത് 5,500 റുപ്പീസ് ആണ് അതിന്റെ DP പ്രൈസ് വരുന്നത്. അതിന്റെ PV 5 PV ആണ്. അതിന് MRP 15,000 രൂപയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കും. 15,000 രൂപ. അടുത്തത് ജെൻസിന്റെ വാച്ചാണ്. ജെൻസിന്റെ വാച്ചും സെയിം തന്നെയാണ്. 5,500 രൂപ DP, MRP 15,000 രൂപ. അതിന്റെ PV 5 PV ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ചെറിയ ചെറിയ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായി. അത് ബ്രേസ്ലെറ്റ് വന്നിട്ട് പുതിയൊരു സംഭവമാണ്. അടിപൊളി ഗോൾഡൻ ബ്രേസ്ലെറ്റ് ആണത്. അതിന് 5 PV ആണ്. അതിന്റെ DP വരുന്നത് 5,000 രൂപയാണ്. ഇത് നന്നായിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അടിപൊളിയായിരിക്കും ഇത്. അപ്പൊ 5,000 രൂപയാണ് അതിന്റെ DP പ്രൈസ്. അടുത്തത് 20 ലിറ്റർ വാട്ടർ എനർജി പാഡ്. അത് 1,800 രൂപയാണ് അതിന്റെ DP പ്രൈസ് വരുന്നത്.
അതിന്റെ PV വരുന്നത് 1 PV ആണ്. ഒരു PV. അതിന് MRP ഉണ്ടാവും. MRPക്ക് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്. ചെയർ കുഷൻ സീറ്റ് പാഡ്, നമ്മൾ കസേരയിലേക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന ചെയർ കുഷൻ പാഡ് 2500 രൂപ. വീടുകളിൽ എല്ലാവർക്കും ഡൈനിങ് ടേബിളിൽ 3, 4 ചെയർ, 5, 6 ചെയറൊക്കെ ഉണ്ടാവും, അല്ലാത്ത ചെയറുകൾ ഉണ്ടാവും. ആ ചെയറുകളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 2500 രൂപയാണ് ഇതിന്റെ DP വരുന്നത്. അതിന് 5300 MRP ഉണ്ട്. 2 PV ആണ് അതിന്റെ PV വരുന്നത്. ഇതെല്ലാം നമുക്ക് ജോയിനിങ് പാക്കേജിലും അതേപോലെ തന്നെ ബില്ലിംഗിൽ റീപർച്ചേസിലുമാണ് ഇത് വരുന്നത്. ബില്ലിംഗിൽ, അതായത് നമ്മുടെ മന്ത്ലി സെൽഫ് റീപർച്ചേസിൽ ഈ പ്രൊഡക്റ്റ് ഇല്ല. അത് വേറെ തന്നെ നമ്മൾ നേരത്തെ കിട്ടും പോലെ തന്നെ നമ്മൾ ഡാഷ്ബോർഡിൽ നോക്കി അത് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പർച്ചേസ്, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരാൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ബില്ലിംഗിൽ റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മളെ മദർ പ്ലാനിലേക്കാണ് വരുന്നത്. ആ ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഉള്ളതാണ്. അടുത്തത് മൾട്ടിപർപ്പസ് ചെയർ ആൻഡ് കുഷ്യൻ സീറ്റ് പാഡ്, ഒരു സെറ്റ് 7500, യൂണിവേഴ്സൽ സൈസ് ഫോർ ഓൾ. ഇത് കാറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഡാണ്. ഇത് 7000, കാറിന്റെ സീറ്റ് കവർ 7500 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് 10 PV ഉണ്ട്. 10 PV കാറിന്റെ സീറ്റ് കവർ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. അടുത്തത് ഹെഡ് ഏക്ക് പാഡ്, ഒരു ക്വാണ്ടിറ്റി, അതിന് 2 PV ഉണ്ട്. 1800 രൂപയാണ് അതിന്റെ DP പ്രൈസ് വരുന്നത്, ഹെഡ് ഏക്കിനുള്ള പാഡ്. അടുത്ത ഐപാഡ്, അറിയോ, കണ്ണിന്റെ കാഴ്ചശക്തി പ്രശ്നങ്ങൾ, തിമിരങ്ങൾ, അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന് 2 PV ആണ്. 1800 രൂപയാണ് അതിന്റെ DP പ്രൈസ്. 4000 രൂപ അതിന്റെ MRP ഉണ്ട്. അത് എടുത്തുകൊണ്ട് നമുക്ക് ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, നെക്ക് പാഡ്, കഴുത്തിന് വേദന, അല്ലെ, കഴുത്ത്, തൊണ്ട, ആ ഭാഗത്തൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണിത്. അത് 1 ക്വാണ്ടിറ്റി 2 PV ആണ്. 2000 രൂപയാണ് അതിന്റെ DP പ്രൈസ് എന്ന് പറയുന്നത്. 2000 കൊടുത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നിരവധി പ്രൊഡക്ട്സുകളാണ് ഇന്നലെ ഇവിടെ ലോഞ്ച് ചെയ്തത്. പിന്നെ കൂർക്കം വലിക്കുള്ള സ്നോറിംഗ് പാഡ് ഉണ്ട്, വന്നിട്ടുണ്ട്. അത് ഓൾറെഡി നിലവിലുള്ളതാണ്. 2000 രൂപയാണ്, 2800 രൂപ അതിന്റെ ഇത് വരുന്നത്. 2 PV ആണ് അതിന്റെ PV വരുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പർ ഷോൾഡർ, അല്ലെ, ഇതാ നമുക്ക് ശരീരത്തിന്റെ മുകൾ ഭാഗം, ബാക്ക് പെയിനും അവിടെയൊക്കെ ഭാഗങ്ങൾ, അപ്പർ ഭാഗത്ത് വരുന്ന പ്രൊഡക്ട്സിന് പെയിൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 2500 രൂപ. അതിന് 2 PV ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ്, അപ്പർ ആം പാഡ്, അല്ലെ, കൈ ഭാഗത്ത്, കൈക്കൊക്കെ ഉപയോഗിക്കുന്ന കൈയുടെ മുകൾ ഭാഗത്തേക്ക്, മുട്ടിന് മുകളിലേക്ക് ഭാഗത്തുള്ള പെയിൻ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന DP പ്രൈസ് സെയിം തന്നെയാണ്. അതിന് 2 PV ആണ് വരുന്നത്, അപ്പർ. അതുപോലെ നിരവധി പ്രൊഡക്ട്സുകളുണ്ട്. എല്ലാവരും അത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ലോവർ ആം പാഡ്, അല്ലെ, കൈയുടെ മുട്ടിന് താഴോട്ട്, കൈമുട്ടിന് താഴോട്ട് ഭാഗത്തുള്ള പെയിൻ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് 2500 ആണ്. 2 PV ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. 2 PV 2500 ആണ് DP പ്രൈസ് വരുന്നത് നമുക്ക്. എൽബോ പാഡ്, എൽബോ അറിയാം, ജോയിന്റിന് ഒരു പെയിൻ വരുന്ന ആളുകളുണ്ട്, എൽബോ. അപ്പൊ അതിന് വരുന്ന 2500, 2 PV ആണ്. സെയിം ആണ്, അതും സെയിം ആണ്. അടുത്തത് ബെല്ലി പാഡ്, അല്ലെ, വയറ് പെയിൻ, ബാക്ക് ഭാഗത്ത് ഒക്കെ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബെല്ലി പാഡ് എന്ന് പറയുന്നത്. വയറ് കുറയാനും ബെസ്റ്റ് ആണത്. അതിന് വരുന്നത് 2 PV ആണ് അതിന്റെ PV. വേസ്റ്റ് പാഡ് 2 PV ആണ്. അതും 2500 രൂപയാണ്. ഏകദേശം 2500 രൂപയും 2 PV വരുന്ന പ്രൊഡക്ട്സ് ആണ് ഇന്നത്തേക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ. ബാക്ക് ബോൺ പാഡ്, ബാക്ക് ബോണിന് പെയിൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഡാണ്. 2500 രൂപ, സെയിം തന്നെയാണ്. 2 PV ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇതുപോലുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ വന്നു. നീ പാഡ്, കാൽമുട്ട് വേദനയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഡാണത്. ഇതിന് പുറമെ നമ്മൾ വെള്ളം കുടിക്കണം, മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കണം, മാട്രസ് പാഡ് ഉപയോഗിക്കണം. ഇത് മാത്രം കൊണ്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. എന്നാലും ഇത് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും, നീ പാഡ്. അതുപോലെ തന്നെ കാലിന്റെ തുടകൾക്കൊക്കെ വേദന ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടിപ്പ് പാഡ് എന്ന് പറയും. അതിന് 1 സെറ്റ് 3 PV ആണ്. ഇത് 3000 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. 3000 രൂപയാണ് വരുന്നത്. 3 PV ആണ് അതിന് വരുന്നത്. അടുത്തത് ഫുഡ് കാഫ് പാഡ്, അതായത് കാലിന് ചുറ്റാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മുടെ വെരിക്കോസ് പെയിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സെറ്റാണത്. അത് 2 PV ആണ് വരുന്നത്. അതിന് 2500 രൂപയാണ് അതിന്റെ MRP വരുന്നത്. 2500 രൂപ, ഏകദേശം 2500 രൂപയാണ് ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ എല്ലാം തന്നെ ഇവിടെ വരുന്നത്. ഇപ്പൊ നിരവധി പ്രൊഡക്ട്സുകൾ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ലിപ്പർ, വീട്ടിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലിപ്പർ, മാഗ്നറ്റിക് സ്ലിപ്പർ ആണത്. അതിന് 2500 ആണ് വരുന്നത്. അതും 2 PV ആണ് അതിന്റെ PV വരുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് നമുക്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. യോഗ മാറ്റ് ഉണ്ട്, ഒരു ക്വാണ്ടിറ്റി, ഒരെണ്ണത്തിന് 2 PV, 3000 രൂപയാണ് അതിന്റെ DP വരുന്നത്. 2 PV ആണ്, 3000 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പൊ ഇതുപോലുള്ള നിരവധി പ്രൊഡക്ട്സുകൾ സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നമുക്കിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു അവസരമാണ് ഇന്നലെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു PVയുടെ പ്രൊഡക്റ്റ് വാങ്ങിയ ഒരാൾ ആദ്യം കാണിച്ച 900 രൂപയുടെ സോപ്പ് വാങ്ങിച്ചു എന്നിരിക്കാം. അവർക്ക് വരുമാനം കിട്ടണമെങ്കിൽ എന്ത് വേണം,
സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജീനിയസിലും വിന്നറിലും 150 PV വേണം. ഈ 150 ബൂസ്റ്ററാണ് കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് എത്ര കിട്ടും? 6500 കിട്ടും അല്ലെ? ബൂസ്റ്റർ പ്ലാനിലാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ അവർക്ക് 6500 രൂപ കിട്ടും. 50 50 50 വന്ന് 150 6000 കിട്ടും. പക്ഷെ ഈ പേയ്മെന്റ് അവർക്ക് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയുമോ? അവരുടെ ഐഡിയ ഒരു PV യിൽ നിന്ന് എന്താക്കണം? 13 PV ആയിട്ട് മാറണം. ഇപ്പൊ തുടക്കത്തിൽ ഒരു PV മേടിച്ചുള്ളൂ. എപ്പോഴാണോ അദ്ദേഹം 13 PV യിലേക്ക് അത് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അപ്പൊ എന്ത് കിട്ടും? ഈ പേയ്മെന്റ് എല്ലാം കൂടി ഒന്നിച്ച് റിലീസ് ചെയ്ത് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഒരു PV യുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പൈസ ഇല്ല. ഞാൻ പറയാം, 100 കണക്കിന് ആളെ കൊണ്ടുവരാനൊക്കെ പറയും ചില ആളുകളെ. അവർ 100 കണക്കിന് കൊണ്ടുവരട്ടെ. അപ്പൊ 100 കണക്കിന് ആളുകളെ കൊണ്ടുവരുമ്പോ ജീനിയസിലും വിന്നറിലും 6500 വന്നു, പിന്നെ അടുത്ത ടിപ്പിലും വന്നു. ഇങ്ങനെ ഒരു 10,000 രൂപയുടെ വരുമാനം നിങ്ങൾക്ക് അവിടെ വന്ന് കയറി കിടക്കുകയാണ്. അതൊരിക്കലും നഷ്ടപ്പെടില്ല. എപ്പോഴാണോ നിങ്ങൾ ബാക്കി ഒന്നും കഴിഞ്ഞ് ബാക്കി 13 PV യിലേക്ക് നിങ്ങളുടെ ID അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കട്ട് ഓഫിൽ നിങ്ങളുടെ പേയ്മെന്റ് ഒരുമിച്ച് റിലീസ് ചെയ്ത് തരും. ക്ലിയർ ആയ? അപ്പൊ അവിടെ ഒരു 6000 രൂപ കിടക്കുകയാണെങ്കിൽ ബാക്കി ഒരു 12-13 PV യുടെ സാധനം നമുക്ക് വാങ്ങിച്ചൂടെ? ആരോടും കടം മേടിച്ചാലും വാങ്ങാലോ അല്ലെ? ഇത് ഇന്ന് ചെയ്താൽ പിറ്റേ ദിവസം അവിടുന്ന് കാശ് കിട്ടത്തില്ലേ നമുക്ക്? കയ്യിൽ നിന്ന് കാശ് മുടക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി 13 PV യിലേക്ക് നമ്മുടെ ID മാറ്റാൻ പറ്റും. എപ്പോഴാണോ നമ്മുടെ ID 13 PV യിലാകുന്നത്, അന്ന് മുതലാണ് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യും. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ, പക്ഷെ ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു PV എടുത്ത് 2 PV എടുത്ത് ബിസിനസ് ചെയ്ത ആൾക്കും ബിസിനസ് നടത്താം, ബിസിനസ് ചെയ്യാം. ജീനിയസിലും വിന്നറിലും ആളുകളെ കൊണ്ടുവരാം, ബൂസ്റ്ററിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. നോ പ്രോബ്ലം. അവരുടെ എമൗണ്ട് അവിടെ ഡാഷ്ബോർഡിൽ കാണിക്കും. എപ്പോഴാണോ അവരുടെ ID ആ ഒരു PV യിൽ നിന്ന്, അല്ലെങ്കിൽ 2 PV യിൽ നിന്ന്, 5 PV യിൽ നിന്ന്, 4 PV യിൽ നിന്ന് 13 PV ആക്കി മാറ്റുന്നത്, ആ ദിവസം മുതലുള്ള കട്ട് ഓഫ്, നെക്സ്റ്റ് കട്ട് ഓഫിൽ ഈ എമൗണ്ട് എല്ലാം ചേർത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് ഇന്നലെ വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരോടും ഇത് പറഞ്ഞ് നടക്കണ്ട. നമ്മൾ പഴയ 50 PV 100 PV തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ പോകുന്നത് വെച്ചാൽ കച്ചവടം ചെയ്യാനാണ് അല്ലെ? ഇപ്പൊ വലിയ വലിയ മീനെ പിടിക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചെറിയ മീനൊന്നും കണ്ടാൽ പിടിക്കൂല. അതിനൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് വലിയ മീനെ പിടിച്ചിട്ട് വരുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഇത് പറഞ്ഞു നടക്കാനുള്ളതല്ല ഈ പ്ലാൻ എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? ഇത് കമ്പനിയുടെ ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അതോടൊപ്പം നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അടുത്ത സുഹൃത്തൊക്കെ ഒരു നിവർത്തിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു പ്ലാനായിട്ട് കണക്കാക്കുക. ഈ ബിസിനസ് ആരും എടുക്കേണ്ടതാണ് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഇത് എടുത്തിട്ട് ഇതിന്റെ പറയാൻ അപ്പുറം ഒരു PV വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അല്ലേ? 10 PV വന്നാൽ ആകെ 88 രൂപ കിട്ടത്തുള്ളൂ. നാരങ്ങ വെള്ളം കുടിക്കാനുള്ള കാശ് ഉണ്ടാവത്തില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അല്ലേ, ചില ആളുകൾ വരുമ്പോ ഞാൻ 10 ആളെ കൊണ്ടുവരാം, 20 ആളെ കൊണ്ടുവരാ എന്നൊക്കെ തള്ളുന്ന ആളുകൾക്ക് ഒരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ചില ആൾ അങ്ങനെ യഥാർത്ഥത്തിലുള്ളവരുണ്ടാവും. പൈസ ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. പക്ഷെ അവർക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ടാവും, നല്ലതായിട്ട് ബിസിനസ് ചെയ്യാനും പറ്റുമവർക്ക്. അങ്ങനെയുള്ളവരിലേക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? ഈ PPT ഷെയർ ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് മുഴുവൻ നാളെ മുതൽ ലോകം മുഴുവൻ നടന്നു കഴിഞ്ഞാൽ ബിസിനസ് നിങ്ങൾക്ക് വോളിയം കുറയും. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇന്നലത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഇന്ന് ഞാൻ ബോംബെക്ക് പോവാണ്. നാളെ അവിടെ അടിപൊളി പ്രോഗ്രാമാണ്. കമ്പനിയുടെ ബ്ലാക്ക് ഡയമണ്ട്സിന്റെ ഒരു സെമിനാർ വെച്ചിട്ടുണ്ട്. എന്തായാലും അത്ഭുതം സംഭവിക്കുന്ന ഒരു പ്ലാൻ വരും ദിവസങ്ങളിൽ ബയോട്ടോറിയത്തിൽ ലോഞ്ച് ചെയ്യും. ഞാൻ പോയി വന്നിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് എല്ലാവർക്കും കൈ നിറയെ പണം കിട്ടുന്ന രീതിയിലേക്ക് സാഗർ സാർ മാറാൻ വേണ്ടി പോവാണ്. നമ്മളൊക്കെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ലെവൽ റൗണ്ട് അപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും വേദന ഉണ്ടാവില്ല. ഇവിടെ ബയോട്ടോറിയത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവി സുരക്ഷിതമായിരിക്കും, ഒരു സംശയവും വേണ്ട. ആ രീതിയിലുള്ള പ്ലാനാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇല്ല, ഇന്നലെ ഒരു നമ്മുടെ ഹംസ സാർ പറഞ്ഞൊക്കെ അല്ലെ, ഒരു പിതാവ് 2 വിത്ത് തന്റെ മക്കൾക്ക് കൊടുത്തു. മനസ്സിലായ? 2 വിത്ത്, ഒരു 2 മക്കളുണ്ട്, 2 മക്കൾക്ക് ഓരോ വിത്ത് എടുത്ത് കൊടുത്തു. നിങ്ങൾ എന്താ വെച്ച് ചെയ്തോളാൻ പറഞ്ഞു. ഒരു മകൻ എന്ത് ചെയ്യുന്ന അറിയാം, അത് വളരെ ഭദ്രമായിട്ട് പൊതിഞ്ഞ് അല്ലെ, വീണ്ടും പൊതിഞ്ഞ് ഷെൽഫ് കൊണ്ടുവച്ചു. കാരണം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ വളരെ സ്നേഹത്തോട് തന്ന വിത്തല്ലേ അല്ലെ. മറ്റേ മകൻ എന്ത് ചെയ്യുന്ന അറിയോ? മറ്റേ മകൻ അത് നല്ല മണ്ണൊരുക്കി അല്ലെ, വെള്ളമൊക്കെ ഒഴിച്ച് കിളച്ച് റെഡിയാക്കി ആ വിത്ത് എന്ത് ചെയ്ത് മുളപ്പിച്ച് ക്ലിയർ ആയിട്ട് അവിടെ കൊണ്ട് നട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ആ വിത്ത് എന്തായി? ആ വിത്ത് വളർന്ന് പന്തലിച്ച് വലിയ വടവൃക്ഷമായി ഇല്ലേ, നാട്ടിനും സമൂഹത്തിനും ഒക്കെ തണലും അല്ലെ മധുരഫലങ്ങളും നൽകുന്ന വലിയ വടവൃക്ഷമായിട്ട് ആ വൃക്ഷം മാറി. അവന് നല്ല ഏണിങ്സ് ഉണ്ടായി, നല്ല വരുമാനം ഉണ്ടായി. മറ്റവന്റെ വിത്ത് എവിടെയാണ് കിടക്കുന്നത്? അതിപ്പോഴും ആ അലമാരിയിൽ ഇപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സേഫ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്.
ഇല്ലേ? മറ്റവന്റെ വിത്ത് വളർന്നു, നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ തണലും ഇല്ലേ മധുര ഫലങ്ങളും നൽകിയപ്പോ അവന്റെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചു, നല്ല വരുമാനം ഉണ്ടാക്കാൻ അവന് സാധിച്ചു. അതുപോലെ അവസരം പലർക്കും കിട്ടിയിട്ടുണ്ട് വയട്ടോറിയം. കിട്ടിയ അവസരത്തിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഇല്ലേ ഷുഗർ മാറി, കൊളസ്ട്രോൾ മാറി എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. വിജയിക്കണമെങ്കിൽ ഒരു കർഷകന്റെ മനസ്സോട് കൂടിയിട്ട് അതിനെ അല്ലെ മണ്ണിലേക്ക് വേരുറപ്പിച്ച് നിർത്താൻ വേണ്ടി സാധിക്കണം. അല്ലെ അവിടെ പണിയെടുക്കണം. അതാണ് പറഞ്ഞത്, കർഷകന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവൻ പണിയെടുക്കാൻ, അവൻ പാടത്തും പറമ്പത്തും പണിയെടുക്കും പോലെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം സുഹൃത്തുക്കളെ. ഒരു സംശയവും വേണ്ട. ഇല്ലേ വിത്തിനെ മഹാവൃക്ഷമാക്കി മാറ്റുന്നത് പോലെ ഇല്ലേ വിത്തിനെ, നിങ്ങളുടെ മനസ്സിലുള്ള വിത്തുണ്ട് അല്ലെ, ഈ ബയോട്ടോറിയത്തിലൂടെ എനിക്ക് രക്ഷപ്പെടണം, ഇതിലൂടെ എന്റെ ജീവിതം ധന്യമാക്കണം, ഇതിലൂടെ എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു വിത്ത് നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലുണ്ട്. അതിനെന്ത് ചെയ്യണം, അതിനെ വേര് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ വേര് പിടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോ കാറ്റുണ്ടാവും, മഴയുണ്ടാവും, കൊടുങ്കാറ്റുണ്ടാവും, ചൂടുണ്ടാവും, തണുപ്പുണ്ടാവും, എല്ലാം ഉണ്ടാവും ഇല്ലേ. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു മരം വളർന്നു വരും പോലെ അല്ലെ. ഒരു മരം നിങ്ങൾ നട്ടു കഴിഞ്ഞാൽ ആരും നടാത്ത മരങ്ങളും ചില പാറപ്പുറത്ത് ഇങ്ങനെ വളർന്നു വരാറുണ്ട് അല്ലെ. അത് ഈ പ്രകൃതിയാണ് അതിനെ സംരക്ഷിക്കുന്നത്, വേറെ ആരുമല്ല സംരക്ഷിക്കുന്നത്. പാറപ്പുറത്ത് കാണില്ലേ ചെറിയ മാവൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്, അതിനാരെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ, അതിനാരെങ്കിലും തണലിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അത് ഈ പ്രകൃതി ശക്തി അതിനെ സംരക്ഷിക്കുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ ബയോട്ടോറിയം ഏറ്റെടുത്ത് വരികയാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാനും ഈ പ്രകൃതി ശക്തി ഉണ്ടാവും. നല്ല പുതിയ പുതിയ ടീമിലേക്ക് നിങ്ങൾക്ക് എത്താനും അതിലൂടെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് നേടാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഈ സമൂഹത്തിന് വലിയൊരു തണൽ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വടവൃക്ഷമായിട്ട് ബയോട്ടോറിയത്തിലൂടെ നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്.